أعوذ بالله من همزات الشياطين أعوذ بالله من أن يحضرون أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة بسم الله خير الأسماء في الأرض والسماء الحمد لله ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم صل على سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار صدق الله العلي العظيم يا من يجيب دعاء المضطر في الظلم يا كاشف الضر والبلوى من السقم قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنمي أدعوك ربي هزينا هائما قلقا فارحم بكائي بها في البيت والحرم إن كان جودك لا يرجوه ذو سفه فمن يجود على العاسين بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم खुदी को कर बुलंद इतना के हर तकदीर से पहले खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिजा क्या है बसारत खो गई लेकिन बसीरत तो सलामत है मदीने हमने देखा है मगर नादीदा नादीदा मदीना जाके हम समझे
तकद्दुस किसको कहते हैं, हवा पाकीज़ा पाकीज़ा, फिजा संजीदा संजीदा. അനുഗ്രഹീതമായ ഈ ഇൽമിന്റെയും വിജ്ഞാനത്തിന്റെയും നല്ല ചിന്തകളുടെയും ഒക്കെ ഈ മജ്ലിസിൽ സന്നിഹിതരായിരിക്കുന്ന ഉസ്താദുമാർ, എന്റെ ആത്മസുഹൃത്ത്, നിങ്ങളുടെ മഹല്ലിലെ ഖത്തീബ് അബ്ദുറഹീം ഫൈസി ഉസ്താദ് അവറുകളെ, മഹല്ലിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹമീദ് ഹാജി സാഹിബ്, വേദിയിലിരിക്കുന്ന ഉസ്താദ് ഹംസ ദാരിമി, നസീർ ഫൈസി, അഷ്റഫ് മുസ്ലിയാർ, മുഹമ്മദ് അലി മുസ്ലിയാർ, മഹല്ലിലെ കാരണവരായ കുന്നത്ത് അബ്ദുക്ക അവറുകളെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഇതിന്റെ കർമ്മോത്സുകരായ സംഘാടകരെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു തആല ഈ മജ്ലിസിൽ നാം വന്നതും നമ്മളിവിടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയൂ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാമൊക്കെ ഇവിടെ ഒരുമിച്ചുകൂടി എന്നതിന്റെ പുണ്യം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് കാമിലായ മുഅ്മിനായി മരണപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യും. ആദ്യമായി ഈ പരിപാടിയുടെ സംഘാടകരെ ഒരു വിഷയത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ നേരത്തെ പരിപാടി തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കുന്നു എന്നതാണ് ഈ പരിപാടിയിൽ അവർ നടത്തിയ ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത്. ഞാന് ഈ അടുത്തായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദീനിന്റെ ഓരോ സദസ്സുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നേരത്തെ തുടങ്ങിയ പരിപാടി ഇതാണ് എന്ന് ഞാൻ ആമുഖമായി ഉണർത്തുന്നു. അതിൽ അഭിനന്ദിക്കുന്നു. റഹീം ഫൈസി ഇവിടെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. നമ്മുടെ വിഷയം വളരെ രസകരമെന്ന് തോന്നാവുന്ന ഒരു വിഷയമാണ്. അൽഹംദുലില്ലാഹ്, സ്തുതികൾ, സ്തോത്രങ്ങൾ, പ്രകീർത്തനങ്ങൾ, വാഴ്ത്തപ്പെടലുകൾ, ഇതെന്തെല്ലാം വിശേഷണങ്ങളിലൂടെ പറയപ്പെടുന്നുണ്ടോ അവയെല്ലാം ഏതൊരു സ്രഷ്ടാവാണോ അതിനർഹനായിട്ടുള്ളത്, ഏതൊരു തമ്പുരാനാണോ അതിനുടമയായിട്ടുള്ളത്, ആരാണോ അതിന്റെ യഥാർത്ഥ അവകാശിയായിട്ടുള്ളത്, ആ അല്ലാഹുവിന് മാത്രമാകുന്നു എന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോഴും സ്തുതിക്കുകയും സ്തുതിയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം അമലുകൾ ചെയ്യുകയും ചെയ്യുന്ന നമുക്ക് സ്വാഭാവികമായും അൽഹംദുലില്ലാഹ് എന്നുള്ള ആ ഒരു കാര്യം വളരെ സന്തോഷകരമായ ഒരു വിഷയമായിരിക്കും എന്ന് സ്വാഭാവികമായും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആരാണ് ഈ ലോകത്ത് അല്ലാഹുവിനെ സ്തുതിക്കുന്നവർ എന്ന് നമുക്ക് ആലോചിക്കാം. നമ്മൾ പലരും കരുതുക ഈ ലോകത്തുള്ള കോടാനക്കോടി ജനങ്ങളിൽ ന്യൂനപക്ഷമായ സത്യവിശ്വാസികൾ, അതിൽ തന്നെ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ഒരൽപ്പം ആളുകൾ മാത്രമാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നതും അവനെ പ്രകീർത്തിക്കുന്നതും എന്നതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. അള്ളാഹുവിനെ ആരെല്ലാമാണ് സ്തുതിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഈ പ്രപഞ്ചം മുഴുവനുമാണ് എന്നതാണ്. എന്താണ് പ്രപഞ്ചം?
മാ സിവൽ ബാരി, അല്ലാഹുവല്ലാത്തത് മുഴുവൻ പ്രപഞ്ചമാണ്. ഈ വിശാലമായ ആകാശം നാം പുറമേ കാണുന്നതല്ല, 7 എണ്ണമുണ്ട് എന്നാണ് ഖുർആൻ സമർത്ഥിക്കുന്നത്. സബ്അ സമാവാത് വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ. 7 ആകാശങ്ങളുണ്ട്. മഹാന്മാർ പറയുന്നു, ഒന്നാം ആകാശം രണ്ടാം ആകാശവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം കൊണ്ടുപോയിട്ടിട്ടാൽ എത്രയുണ്ടാകുമോ അത്രയേ ഉണ്ടാവുകയുള്ളൂ. 1ഉം 2ഉം ഒരുമിച്ച് കൂട്ടി 3ൽ കൊണ്ടുപോയാലും അത്ര, 6ഉം ഒരുമിച്ച് കൂട്ടി 7ആം ആകാശവുമായി താരതമ്യം ചെയ്താലും അത്ര. ഈ ആകാശങ്ങൾ വജഅൽനാ സിറാജൻ വഹാജാ وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളും കാടുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പ്രപഞ്ചം അള്ളാഹുവിനെ സ്തുതിക്കും, അള്ളാഹുവിനെ പ്രകീർത്തിക്കും. ഇത് കേവലം ഒരു വാക്കല്ല, ഇത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിലോകം മുഴുവൻ അവനെ അറിയുകയും അംഗീകരിക്കുകയും അവനെ വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു എന്നത്. ഖുർആനിന്റെ അവസാന ഭാഗങ്ങളിൽ ചില സൂറത്തുകൾ തുടങ്ങുന്നത് തന്നെ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സന്ദേശം ഉണർത്തിക്കൊണ്ടാണ് എത്രയോ സൂറത്തുകൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, അല്ലാഹു തമ്പുരാൻ ഉന്നതനാണ്, അവനെ വാഴ്ത്താൻ ആഹ്വാനം ചെയ്യുന്ന സൂറത്തുകൾ നമുക്ക് കാണുവാൻ കഴിയും. അല്ലാഹു തആല പറയുന്നത്, ഈ ആകാശത്തിൽ എന്തെല്ലാമുണ്ടോ ഭൂമിയിൽ എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ അവയുടെ സ്രഷ്ടാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്, പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിനുള്ള സ്തുതികളിലായി, സ്തോത്രങ്ങളിലായി ഈ പ്രപഞ്ചമാകമാനം വ്യാപൃതരായിരിക്കുകയാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് നിരവധി വചനങ്ങളിലൂടെ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖത്ലിൽ ലഫ്ദഇ. ലഫ്ദ എന്ന് പറഞ്ഞാൽ തവള. തവളയെ കൊല്ലൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിരിക്കുന്നു. തവളയെ കൊല്ലൽ ഈ ലോകത്ത് അരുത് എന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവ്, അതും കൂടെ കൂട്ടത്തിൽ പറയാമല്ലോ, റബീഉൽ അവ്വലൊക്കെയാണല്ലോ വരുന്നത്. ഒരു ജീവിയുടെ പേര് പറഞ്ഞ്, നിസ്സാരമായി നമ്മൾ കാണുന്ന തവളയുടെ പേര് പറഞ്ഞ് അതിനെ കൊല്ലരുതേ എന്ന് ലോകത്തൊരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കരുണയായി അവതീർണനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണത്. തവളയെ നിങ്ങൾ കൊന്നുകളയരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ആരെങ്കിലും തവളയെ കൊല്ലാറുണ്ടോ? ഈ പൊന്നങ്കോട് നിന്ന്
രാവിലെ നിങ്ങൾ 6 മണിക്ക് മണ്ണാർക്കാട്ടേക്ക് പോവുകയാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ 6 മണി സമയമെന്ന് പറയുന്നത് സൂര്യനങ്ങനെ ഉദിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത സമയമായിരിക്കുമല്ലോ. ഒരു ചെറിയ ഇരുട്ടുണ്ട്, ചെറിയ മഞ്ഞും ഇങ്ങനെ വീഴുന്നുണ്ട്, നല്ല പ്രഭാതമാണ്. നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ കയറി, കാറുകളിലോ ബൈക്കുകളിലോ കയറി ഈ റോഡിലൂടെ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, നിങ്ങളുടെ വീടുകളിൽ നിന്നുള്ള പോക്കറ്റ് റോഡിലൂടെ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ, പ്രത്യേകിച്ച് പാടങ്ങളുടെ പരിസരങ്ങളിലൂടെ ആ പ്രഭാതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയും റോഡിന്റെ 2 ഭാഗത്ത് നിന്നും റോഡിലൂടെ തവളകൾ ഇങ്ങനെ ചാടി 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 പോകുന്നു. ഇപ്പൊ ഇന്ന് വാള് കഴിഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇവയെ കാണാം. ചില ആളുകൾക്ക് തവളയുടെ മുകളിലൂടെ ഒന്നങ്ങ് വാഹനം ഒന്ന് കയറ്റിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അധികം ആളുകളും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. വാഹനം പോകുന്ന സമയത്ത് തവള ഉണ്ടെങ്കിൽ ഒന്ന് ബ്രേക്ക് ഇടാന്നുള്ളത് ചിലരുടെയൊക്കെ ഒരു സ്വഭാവമാണ്. തവളയെ അങ്ങനെ കൊല്ലപ്പെടാറുണ്ട്. ഒരുപാട് കാര്യം. ഞാൻ എന്റെ നാട്ടിൽ പഠിച്ചിരുന്നത് ഒരു പാടത്തിന്റെ വക്കത്തുള്ള മദ്രസയിലാണ്. പാടത്തിന്റെ വക്കത്ത് ഞങ്ങൾ ഈ ചെറുപ്പത്തിൽ മദ്രസ അന്ന് രാത്രിയൊക്കെ ഉണ്ട്. മദ്രസയിൽ ഇങ്ങനെ ഇശാഅ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കണ്ടത് ഓർക്കുന്നുണ്ട്. കുറെ ആളുകൾ ഇങ്ങനെ വലിയൊരു വട്ടിയും അതുപോലെ ഒരു കത്തിയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ രാത്രി ഈ ടോർച്ചുമായിട്ട് ഇങ്ങനെ പാടത്തുകൂടെ നടക്കുമ്പോൾ വലിയ ആളുകൾ പറഞ്ഞു തരാം ഒരു തവളയെ പിടിക്കുന്നവരാണ്. അപ്പൊ ഞാനത് തവള വല്ല ബിരിയാണി എന്തെങ്കിലും വെക്കാനാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ അടുത്ത് എവിടെയോ വായിക്കുന്നത് തവളയുടെ കാലുപയോഗിച്ച് ഒരു രസായനം തയ്യാറാക്കാറുണ്ടത്രേ. അല്ലാഹു അഅലം. ചില ആളുകൾക്ക് അറിയായിരിക്കും. ചിലപ്പോ ആ രസായനമൊക്കെ കഴിച്ച് തടിച്ചു കൊഴുത്ത ആളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം. തവളയുടെ കാലുകൾ ഒരു മരുന്നാണത്രേ. അങ്ങനെ തവള കൊല്ലപ്പെടാറുണ്ട്. ഞാനിതൊരാളോട് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ശരിയാണ്. കാരണം അങ്ങനെ തവളയെ വേട്ടയാടുന്ന സ്ഥലങ്ങളിൽ പോയാൽ കാലുകൾ നഷ്ടപ്പെട്ട തവളയാൻ കഴിയും എന്നയാൾ എന്നോട് പറഞ്ഞു. അല്ലാഹു അഅലം. നമ്മുടെ സ്കൂളിലെ 7ാം ക്ലാസ്സിൽ മലയാളം പാഠപുസ്തകത്തിൽ കേരളത്തിലെ പ്രസിദ്ധനായ കഥാകൃത്ത് VR സുധീഷ് എഴുതിയ ഒരു കഥയുണ്ട്. അതിന്റെ പേര് വംശാനന്തര തലമുറ എന്നതാണ്. നമ്മുടെ ഒരു ഹാസ്യ സിനിമാ താരമുണ്ട്, മാമുക്കോയ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം കുറച്ചു മുമ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയിരുന്നു, ഈ സുധീഷിന്റെ വംശാനന്തര തലമുറ എന്ന കഥ വായിച്ച് ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായി. അപ്പൊ ഈ കഥയിലെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അനുഭവിച്ച ഒരു രംഗമാണ്. അധ്യാപകൻ കുട്ടികളോട് നാളെ വരുമ്പോൾ നിങ്ങൾ ഒരു തവളയെ കൊണ്ടുവരണം എന്ന് പറയും. ക്ലാസ്സിലെ തീരെ പഠിക്കാത്ത ഒരു വികൃതി കുട്ടിയുടെ നേതൃത്വത്തിൽ ആ തവളയെ കൊണ്ടുവരുന്നു. ആ തവളയെ അധ്യാപകൻ ക്ലാസ്സിലെ മേശപ്പുറത്ത് വെക്കുന്നു. തുറിക്കുന്ന കണ്ണുകളുമായി പാവം തവള കുട്ടികളെ ഇങ്ങനെ നോക്കുകയാണ്. ഭാവി പൗരന്മാരെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകൻ ഒരു കത്തി കൊണ്ട് ആ തവളയുടെ വയറ് കീറിയിട്ട് അതിന്റെ അവയവങ്ങൾ ഓരോന്നും, ഇതതിന്റെ ചെറുകുടൽ, വൻകുടൽ, പിത്തസഞ്ചി, പാൻക്രിയാസ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവസാനം കൂട്ടിയിട്ട് ഈ തവളയെ കുളത്തിൽ കൊണ്ടുപോയി വലിച്ചെറിയുമ്പോ തന്റെ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞ് കരയുന്ന ഒരു കഥയാണ് പേജുകളുള്ള വംശാനന്തര തലമുറ എന്ന കഥ. നമ്മുടെ മക്കളൊക്കെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അത് തവള ഇങ്ങനെ പല നിലക്കും, ഞാനൊരു തവള പ്രസംഗം നടത്തുകയല്ല, തവള എന്ന് പറയുന്ന ജീവി കൊല്ലപ്പെടാറുണ്ട്. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുതേ, നിങ്ങൾ തവളയെ കൊല്ലരുതേ. അതിന്റെ കാരണം പറയുന്നത് എന്താണെന്നറിയോ? നഖീഖുഹാ തസ്ബീഹ്. ആ തവളയുടെ തൊണ്ടയിലൂടെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം അല്ലാഹുവിനുള്ള പ്രകീർത്തനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്തുറക്കെ മുഹമ്മദ് മുസ്തഫ.
തവളയുടെ തൊണ്ടയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കേൾക്കുന്ന ശബ്ദം അത് അല്ലാഹുവിനുള്ള പ്രകീർത്തനമാണെന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ നമ്മളാരും തവളയുടെ ശബ്ദം കേൾക്കാറില്ല, അഥവാ തസ്ബീഹ് കേൾക്കാറില്ല. എപ്പോഴാണ് നമ്മളത് കേൾക്കുന്നത്? ജൂൺ മാസം പിറക്കുമ്പോ, നന്നായിട്ട് മഴ പെയ്യുമ്പോ, വാനമിങ്ങനെ പേമാരി വർഷിപ്പിക്കുമ്പോ, നമ്മളൊക്കെ ആ ചൂട് കഴിഞ്ഞ തണുപ്പിന്റെ സുഖത്തിൽ നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ സുഷുപ്തിയിൽ ലയിക്കുമ്പോൾ, നമ്മളൊക്കെ വീടുകളിൽ പോയി ഉറങ്ങുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, പാടങ്ങളിൽ നിന്ന്, പറമ്പുകളിൽ നിന്ന്, കുളങ്ങളിൽ നിന്ന്, കിണറുകളിൽ നിന്ന് ആ തവള ഇങ്ങനെ ഉറക്കെ ഉറക്കെ ശബ്ദിക്കുന്നത് കേൾക്കാൻ കഴിയും. അല്ലാഹുവേ, മഴ നൽകിയ അല്ലാ, കാരണം മഴ തവളയ്ക്ക് ഏറ്റവും ഉന്നതമാണ്. വെള്ളത്തിലാണ് തവള ജീവിക്കുന്നത്, അധിക സമയവും വെള്ളത്തിലാണ് തവള പ്രജനനം നടത്തുന്നത്. വെള്ളം തവളയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ വെള്ളം അല്ലാഹുവിന്റെ നിഅമത്തായി വർഷിക്കുമ്പോ ആ തവള വിളംബരം ചെയ്യുകയാണ്, അല്ലാഹുവേ നീ മഹാനാണ്, അല്ലാഹുവേ നീ മഹാനാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖത്ലിൽ ലഫ്ദഈ, തവളയെ കൊല്ലൽ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, ഇതൊരു ഉദാഹരണം മാത്രം. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിങ്ങനെ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, അങ്ങാടിയിലൂടെ. ആ സമയത്ത് തന്റെ ചില സ്വഹാബികൾ അവരുടെ മൃഗപ്പുറങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്നത് അവിടുത്തെ ദൃഷ്ടിയിൽപ്പെട്ടു. നമ്മളിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, എതിരെ കൂട്ടുകാരൻ വരുമ്പോ ബൈക്ക് നിർത്തിയിട്ട് എവിടുന്നാ വരുന്നത്, എന്താണ് ആ കീശയിലെ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അവരുടെ ബൈക്ക്, അന്നത്തെ വാഹനം എന്ന് പറയുന്നത് അത് കുതിരയും കഴുതയും കോവർ കഴുതയുമാണ്. അതുകൊണ്ട് അതാണ് അവരുടെ വാഹനം. അവരുടെ പുറത്ത് നിന്നിറങ്ങാതെ ആ സ്വഹാബികൾ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. നബിയുടെ മുഖം ചുവന്നു. നിങ്ങൾ എന്തു പണിയാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവ പാവം മൃഗങ്ങളല്ലേ, നിങ്ങൾ അവയുടെ പുറത്ത് നിന്ന് ഇറങ്ങണം. ഇർകബൂഹാ സാലിമ, സുരക്ഷിതമായി മാത്രം നിങ്ങൾ അവയുടെ പുറത്ത് കയറണം. വദഊഹാ സാലിമ, ആവശ്യത്തിന് മാത്രം നിങ്ങൾ അവയുടെ പുറത്ത് കയറിയിട്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ അവയുടെ പുറത്ത് നിന്ന് ഇറങ്ങുകയും വേണം. എന്നിട്ട് പറയുകയാണ്, വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും ഫിത്തുറുഖാതി വൽ അസ്വാഖ്, അങ്ങാടികളിലും അങ്ങാടികളിലും വഴിവക്കുകളിലും നിങ്ങൾ ഇരിക്കുവാനുള്ള കസേരകളായി ആ മൃഗങ്ങളുടെ പുറങ്ങളെ നിങ്ങൾ ഉപയോഗിക്കരുത്. അവയുടെ പുറത്ത് നിങ്ങൾ വെറുതെ ഇരിക്കരുത്. എന്തേ കാര്യം? റുബ്ബ മർകൂബത്തിൻ ഖൈറും മിൻ റാകിബിഹാ, എത്രയെത്ര വാഹനം കയറപ്പെടുന്നവയാണ് വാഹനം കയറുന്നവരെക്കാൾ ഉത്തമരായിട്ടുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കഴുതപ്പുറത്താണ് കയറുന്നതെങ്കിൽ ആ കഴുതയുണ്ടല്ലോ നിന്നെക്കാൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നവയാണെന്നാണ്, തമ്പുരാന് സ്തുതി അർപ്പിക്കുന്നവയാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഈ റബീഉൽ അവ്വലായാൽ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ നമ്മുടെ പിഞ്ചുകുട്ടികൾ പ്രസംഗിക്കുന്നത്. ഉച്ചക്ക് പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കിടക്കേണ്ടി വന്നു. അപ്രകാരം ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഏറ്റവും വലിയ ഒരു ദുർമാർഗിയെ അള്ളാഹു സ്വർഗത്തിൽ കടത്തി. ഉറുമ്പിൻ കൂട്ടത്തെ കരിച്ചു കളഞ്ഞവരോട് അള്ളാഹുവിന്റെ റസൂൽ അവരെ ശാസിച്ചു. ഇങ്ങനെ മൃഗങ്ങളോട് എത്രയോ
കാരുണ്യത്തിന്റെ മഹാസമുദ്രം പോലെ പെരുമാറി എന്ന് ചരിത്രത്തിന്റെ വായനകളിൽ നമ്മുടെ പിഞ്ചു മക്കളടക്കം പ്രസംഗിക്കുമ്പോ എന്റെ മുഅ്മിനേ, എന്തുകൊണ്ടാണത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഇതുകൊണ്ടാണ്. അവ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനിക്കപ്പെടുന്നവയാണ്. അവ റഹ്മാനായ റബ്ബിനെ വാഴ്ത്തുന്നവയാണ്, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നവയാണ്. അവ അല്ലാഹുവിന്റെ കുടുംബമാണ്. അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുടുംബമാണ്. ഓരോ ജീവികളും, ഓരോ പ്രാണികളും, ഓരോ മൃഗങ്ങളും അവക്കല്ലാഹു പല കഴിവുകളും നൽകിയിട്ടുണ്ട്. അവക്കല്ലാഹു ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതവന് അർഹതയുണ്ട് എങ്കിലും അവയെ ഉപദ്രവിക്കരുത് എന്നും നോവിക്കരുത് എന്നും അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നു. അതിന്റെ കാരണങ്ങളിൽ ഒന്നാണ് സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. മൃഗങ്ങൾ മാത്രമല്ല, സസ്യങ്ങളും അങ്ങനെയാണ്. എല്ലാ മരങ്ങളും, എല്ലാ പൂക്കളും, എല്ലാ പുഴുക്കളും, ഈ മണൽത്തരികൾ എല്ലാം അല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു. പ്രകീർത്തനത്തിന്റെ സ്തുതിയുടെ ഏറ്റവും വലിയ ഭാവമാണ് സുജൂദ് എന്ന് പറയുന്നത്. സുജൂദ് എന്ന് പറയുന്ന പ്രക്രിയയുടെ ഉന്നതി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അടിമ അല്ലാഹുവിനോടടുക്കുന്ന സമയം സുജൂദിലാകുന്ന സമയമാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരു വ്യക്തി അല്ലാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയം അവൻ സുജൂദിലാകുന്ന സമയമാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ അല്ലാഹു തആല സുജൂദിനെ നിർണയിച്ചിട്ടുള്ളത്. തിലാവത്തിന്റെ സുജൂദ് പോലെ, ശുക്രിന്റെ സുജൂദ് പോലെ. അതിനപ്പുറത്തൊരു സുജൂദിനും അർഹതയില്ല. വുളൂ ഇല്ലാതെ സുജൂദിന് അർഹതയില്ല. ഖിബിലയിലേക്ക് മുന്നിടാതെ സുജൂദിന് അർഹതയില്ല. ഏറ്റവും പവിത്രമായ കർമ്മമായതുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ ഈ സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താവും എന്നാണ് മഹാന്മാര് പറയുന്നത്, ദീൻ പഠിപ്പിക്കുന്നത്. അത്രയും പവിത്രമായ ഈ സുജൂദുണ്ടല്ലോ, നമുക്കതിനൊരുപാട് നിബന്ധനകളുണ്ടല്ലോ. വുളൂ വേണം, അത് നിർണിതമാകണം. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൽപ്പിക്കപ്പെട്ടതോ ആകണം. എന്നാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ യസ്ജുദു ലഹു, അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വലില്ലാഹി യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്, ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്. അതെങ്ങനെയാണ്? അതിന്റെ രൂപം നമുക്കറിയില്ല, അതിന്റെ കോലം എങ്ങനെയാണ് നമുക്കറിയില്ല. അല്ലാഹു എണ്ണുകയാണ്. വശംസു, സൂര്യൻ സുജൂദ് ചെയ്യുന്നു. വൽ ഖമറു, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു. വന്നുജൂമു, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. വശജറു വദ്ദവാബ്, മൃഗങ്ങളും മരങ്ങളും സുജൂദ് ചെയ്യുന്നു. എല്ലാം സുജൂദ് ചെയ്യുന്നു എന്ന് അല്ലാഹു പറയുന്നു. ചിന്തിച്ചു നോക്കൂ. ഖുർആനിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്താണല്ലോ സൂറത്തുർ റഹ്മാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. വളരെ ശ്രദ്ധേയമായ ഒരു സൂറത്താണ്. ചെറുപ്പം മുതൽ യാസീനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓതാനും പഠിക്കാനും ശ്രമിക്കുന്ന സൂറത്താണ്.
ഈ സൂറത്ത് അറിയപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിലെ പുതുമണവാളൻ എന്നാണ്. അറൂസുൽ ഖുർആൻ, ഖുർആനിന്റെ അലങ്കാരം, ഖുർആനിന്റെ മനോഹാരിത. എന്തുകൊണ്ടെന്നറിയുമോ? നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നത് എന്തിനാണ്? അവൻ നൽകുന്ന ആ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി ചെയ്യുവാനാണ്. ആ നിഅമത്തുകൾ ദുനിയാവിൽ എന്തെല്ലാം നൽകി, ഇനി ആഖിറത്തിൽ എന്തെല്ലാം നൽകും, അതേതൊക്കെ രൂപത്തിലായിരിക്കും എന്ന് വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അതിലൊരു ഒരായത്തുണ്ടല്ലോ, അതിൽ ഏതാണത്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. എത്ര തവണ അതുണ്ട് എന്നറിയോ? 31 അതിന്റെ അർത്ഥം എന്താണ്? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഏത് നിഅമത്തിനെയാണ് ജിന്നുകളെ, മനുഷ്യരെ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ കഴിയുക? ഓരോ നിഅമത്തുകളും ഇന്നത് നൽകിയിരിക്കുന്നു അവൻ, ഇന്നത് നൽകിയിരിക്കുന്നു അവൻ എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ചവൻ ചോദിക്കുകയാണ്, അല്ലാഹു നൽകുന്ന അനർഘമാം നന്മകൾ ആവുമോ നിങ്ങൾക്ക് തള്ളിപ്പറയുവാൻ? അല്ലാഹുവിന്റെ ഏത് നിഅമത്തിനെയാണ് നിങ്ങൾക്ക് തള്ളിപ്പറയാൻ കഴിയുക എന്ന് ചോദിക്കുന്ന സൂറത്താണ്. അതിൽ അല്ലാഹു തന്ന നിഅമത്തുകളാണുള്ളത്. പടച്ച തമ്പുരാനെ സ്തുതിക്കുന്ന കാര്യങ്ങളാ ഉള്ളത്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചത്, സ്വഹാബാ, ദേ എനിക്ക് പുതിയ ഒരു അധ്യായം ഇറങ്ങിയിരിക്കുന്നു, നിങ്ങളിൽ നിന്ന് ആരാണ് ഈ സൂറത്ത് ഖുറൈശികളുടെ മുമ്പിൽ പോയി ഓതിക്കൊടുക്കുക? ഒരാൾ എഴുന്നേറ്റ് നിന്നില്ല. ആരോധിക്കൊടുക്കും? ദാറുൽ അർഖമിലാണവർ, പട്ടിണിപ്പാവങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് നബി പറയുന്നത് കേൾക്കാൻ തയ്യാറായവരാണ്. പക്ഷേ ധൈര്യമില്ല. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഓതിക്കൊടുത്തുകൊള്ളാം. ആരാ പറയുന്നതെന്നറിയോ? അവർക്കിടയിൽ ഏറ്റവും ദുർബലനായ, ശരീരം കൊണ്ട് ഏറ്റവും ചെറിയ ഒരാളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നായിരുന്നു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നബിയെ, ഞാൻ ഓതിക്കൊടുത്തുകൊള്ളാം. വേണ്ട അബ്ദുള്ള, നീ അവിടെ ഇരിക്ക. കാരണം എന്താണ്? വലിയ ദുർബലനാണ്. ആ ദൗർബല്യം ഒരിക്കലും ഇതിനുള്ള ശക്തി ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് പറഞ്ഞു, അബ്ദുള്ള, നീ അവിടെ ഇരിക്കൂ എന്ന് പറയുകയാണ്. വീണ്ടും റസൂലുള്ള ചോദിച്ചു, ആരാണ് ഖുറൈശികളുടെ മുമ്പിൽ പോയിട്ട് ഓതിക്കൊടുക്കുക? അപ്പോഴും പറഞ്ഞു, ഞാൻ ഓതിക്കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി, അബ്ദുള്ള വലിയ ദുർബലനാണ്, പോയാൽ ശരിയാവില്ല. പക്ഷെ നബിയോടുള്ള സ്നേഹം, അത് കാരണത്താൽ പറയുകയാണ്, നബിയെ, ഞാൻ ഓതിക്കൊടുത്തുകൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുള്ളയോട് വലിയ സ്നേഹമായിരുന്നു, തിരിച്ചിങ്ങോട്ടും വലിയ സ്നേഹമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വഹാബികളോടുകൂടെ പോകുമ്പോൾ ഒരു അറാഖിന്റെ മരം കണ്ടു. അറാഖ് നമ്മൾ ഈ ഹജ്ജിനോ ഉംറക്കൊക്കെ പോയിട്ട് വരുമ്പോ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്, പല്ല് തേക്കുന്ന സാധനമാണ് അറാഖ്. സുന്നത്താണ് അതുകൊണ്ട് പല്ല് തേക്കുന്നത്. ഈ അറാഖ് റസൂലുള്ളാഹിക്ക് വേണമെന്ന് തോന്നി. ആരാണ് എനിക്കൊരു അറാഖ് പൊട്ടിച്ചു തരിക? ചോദ്യം കേൾക്കേണ്ട താമസം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് മരത്തിന്റെ മുകളിലേക്ക് കയറി. മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അറാഖ് പൊട്ടിക്കുമ്പോ സ്വഹാബികളിൽ നിന്ന് ചിലർ താഴെ നിന്ന് മേലോട്ട് നോക്കി. നോക്കുമ്പോൾ കൈകാലുകൾ കണ്ടു. കൈകളൊക്കെ ഇങ്ങനെ ചുള്ളിക്കമ്പുകൾ പോലെ മെലിഞ്ഞ കൈകളാണ്. കാലുകളൊക്കെ ഇങ്ങനെ തടിയില്ലാത്ത, വണ്ണമില്ലാത്ത കാലുകളാണ്. സ്വഹാബികൾ ഇത് കണ്ടപ്പോൾ ചെറിയ ചിരി ചിരിച്ചു. ചിരിക്കുന്നത് റസൂലുള്ള കണ്ടു. അവരോട് ദേഷ്യപ്പെട്ടു. മുഖം ചുവന്നുകൊണ്ട് അവരോട് പറഞ്ഞു,
നിങ്ങൾ അബ്ദുള്ളയുടെ കൈകാലുകൾ വെൺവണ്ണം കുറഞ്ഞതിന്റെ പേരിൽ, ആ കൈകാലുകൾ തടിയില്ലാത്തതിന്റെ പേരിലാണോ നിങ്ങൾ കളിയാക്കുന്നത്? എന്നാൽ ഹുമാ അസ്ഖലാനി ഫിൽ മീസാൻ, അത് മീസാനിൽ ഏറെ കനം തൂങ്ങുന്ന കൈകാലുകളാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അബ്ദുള്ള പറഞ്ഞു, നബിയെ ഞാൻ ഓതിക്കൊടുത്തു കൊള്ളാം. സമ്മതിക്കുന്നില്ല. മൂന്നാമത്തെ തവണ കാത്തുനിന്നില്ല. ചോദിക്കേണ്ട താമസം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. കഅബ ഷരീഫിന്റെ അടുക്കലേക്ക് പോകുന്നു. കഅബയിൽ ശത്രുക്കളായ പലരും അതിന്റെ പരിസരത്തുണ്ട്. അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ക്രൂരന്മാരായ കുഫാറുകളുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കെ കഅബാലയത്തിന്റെ കില്ലയിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ സർവശക്തിയും ഉപയോഗിച്ചോതുകയാണ്, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ അല്ലാഹു തആല അവൻ ഖുർആൻ പഠിപ്പിച്ചവനാണ്. ജനങ്ങൾക്കിത് പുതിയ ഒരു ശബ്ദമായിരുന്നു. അവർ ഒരുമിച്ചുകൂടി, ആരുടേതാണ് ഈ ശബ്ദം? ആരാണ് ഈ പറയുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? അവരൊരുമിച്ചു കൂടിയപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് വീണ്ടും പറഞ്ഞു, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവന്റെ സകലമാന പുരോഗതിയുടെയും കാരണമായ സംസാര വൈഭവവും മനുഷ്യന് നൽകിയത് അല്ലാഹുവാണ്. അല്ലമഹുൽ ബയാൻ. ആളുകൾ എല്ലാവരും അതിൽ ലയിച്ചു നിന്നു. ഇതെന്തൊരു വർത്തമാനമാണ്, എത്ര ഹൃദ്യമായ വജസ്സുകളാണ്, എന്തൊരു സ്വരരാഗസുതയാണ്. അതിലിങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. അത് കേൾക്കേണ്ട താമസം ശത്രുക്കളുടെ കൂടെയുണ്ടായിരുന്ന അബൂജഹൽ ഓടി വരികയാണ്. അവന്റെ കൈകളിൽ നിന്ന് അവന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരടി അബ്ദുള്ളയെ അടിക്കുന്നു. വേച്ച് വേച്ച് ബഹുമാനപ്പെട്ടവർ നിലത്തി വീഴുകയാണ്. ചെവിയിൽ നിന്ന് രക്തം ഒലിക്കുന്നു, പൊട്ടി ഒലിക്കുന്നു. ചെവി ഇങ്ങനെ പൊട്ടി രക്തമൊലിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. എല്ലാവർക്കും വലിയ ദുഃഖമായി, സങ്കടമായി. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അബ്ദുള്ളയുടെ ചെവി പൊട്ടി ഒലിക്കുകയാണല്ലോ. കാര്യം പറഞ്ഞു, നബിയേ എന്നെ അബൂജഹൽ ദ്രോഹിച്ചതാണ്, എന്നെ അവൻ അടിച്ചതാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോഴാണ് നസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. സങ്കടപ്പെടേണ്ട നബിയേ, ദുഃഖിക്കരുത് നബിയേ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന് ഇതിന് പകരം നൽകാൻ, ഈ അവസ്ഥക്കൊരു പകരം ഉണ്ടാക്കുവാൻ, ഇതിന് പ്രതികാരം ചെയ്യുവാൻ അല്ലാഹു തആല അവസരം നൽകുന്നതാണ്. കാലം കടന്നുപോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ബദർ യുദ്ധത്തിന്റെ മുഹൂർത്തമാണ്. റസൂലുള്ളാഹിയുടെ കൂടെ നിന്ന് അബ്ദുള്ള ഇങ്ങനെ എന്താണ് നോക്കുന്നതെന്നറിയോ? അബൂജഹൽ എവിടെയാണ്? അവനെ ഒന്ന് കാണണമല്ലോ. അവൻ നബിയെ ചീത്ത പറഞ്ഞവനാ, അവൻ എന്നെ അടിച്ചവനാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ട് കുട്ടികൾ സഹലും മുആദും മുഅവ്വിദും, ഇവർ രണ്ടുപേരും അബൂജഹലിനെ അടിക്കുന്നു, അവനെ വെട്ടുന്നു, അവനുമായി യുദ്ധം ചെയ്യുന്നു. അവസാനം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം ഉപയോഗിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം നേർക്കെറിയുകയാണ് അബൂജഹലിന്റെ നേർക്ക്. അവൻ വീണുപോയി. ഈ കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇസ്ലാമിന്റെ ശത്രുവിന്റെ നേർക്ക് ചെന്നു. അവന്റെ നെഞ്ചത്ത് കയറി നിന്നു. നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് ആക്രോശിച്ചു. അവൻ പറയുകയാണ്, അബ്ദുല്ലാ, എന്നെ കൊല്ലുന്നതിന്റെ മുമ്പ് നിന്നോട് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഒന്ന്, ഞാൻ മരിക്കുകയാണല്ലോ. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്നത്
നിന്റെ പ്രവാചകനായ മുഹമ്മദിനോടാ. ഇത് നീ മുഹമ്മദിനോട് പോയി പറയണം, എന്റെ ജീവിതത്തിൽ എനിക്ക് വെറുപ്പുണ്ടായത് മുഹമ്മദിനോടാണെന്ന്. രണ്ടാമത്തെ കാര്യം അബ്ദുല്ലാ, നിന്റെ മുഹമ്മദിനെ ഭയപ്പെടുത്തുക എന്നത് എന്റെ ജീവിതാഭിലാഷമാണ്. അതുകൊണ്ട് എന്നെ നീ കൊല്ലുമ്പോ, എന്റെ കഴുത്ത് നീ മുറിക്കുമ്പോ, എന്റെ കഴുത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് നീ മുറിക്കണം. എന്റെ ഈ കഴുത്ത് കണ്ടിട്ടെങ്കിലും നിന്റെ പ്രവാചകനായ മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിന് ദേഷ്യം പിടിച്ചോ. തന്റെ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അബൂജഹലിന്റെ അബൂജഹലിന്റെ തല മുറിച്ചോ, അവന്റെ കഴുത്ത് മുറിച്ചോ. എന്നിട്ടത് പൊക്കുമ്പോ കൈകൊണ്ട് പൊക്കാൻ കഴിയുന്നില്ല, കാരണം ബലഹീനമാണ്. എന്ത് ചെയ്തെന്നറിയോ? ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ചെവിയിലൂടെ, എന്നിട്ട് ആ ദ്വാരത്തിലൂടെ ഒരു കയറിട്ടിട്ട് അത് കെട്ടിവലിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവിന്റെ തലയുമായി മുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് ഈ സന്തോഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയോട് പറഞ്ഞിരുന്നത് എന്ന് നബിക്ക് ബോധ്യമാകുന്നത്. നബിയോട് പറഞ്ഞു, നബിയേ, മരിക്കുന്ന വേളയിൽ അവൻ എന്നോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവൻ അങ്ങയോടുള്ള വെറുപ്പ്. രണ്ടാമതായി അവന്റെ കഴുത്ത് മുറിക്കാൻ പറഞ്ഞത്. റസൂലുള്ള പറയുകയാണ്, അല്ലാഹ് ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസാ. മൂസാ നബിയേക്കാൾ ശക്തനായ ഫിർഔനെയാണല്ലോ അല്ലാഹ് എനിക്ക് നീ നൽകിയതെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ കാര്യം, ഫിർഔനിന്റെ മൂസാ നബിയുടെ ഫിർഔൻ മരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് എന്താ? ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ എന്താ പറഞ്ഞത്? ഞാൻ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. എന്നാ ഇവൻ പറയുന്നതോ എനിക്ക് വെറുപ്പാണ് എന്ന്. ചുരുക്കത്തിൽ ഈ ഒരു സൂറത്ത് ചരിത്ര പ്രസിദ്ധമാണെന്ന് പറയാനാ പറഞ്ഞത്. അതിൽ പറയുകയാണ്, വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. വന്നജ്മു മരങ്ങൾ, വള്ളിച്ചെടികൾ. വന്നജ്മു വള്ളിച്ചെടികൾ, വശ്ശജറു മരങ്ങൾ, യസ്ജുദാൻ അവ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. യസ്ജുദാൻ സുജൂദിൽ വീഴുന്നവയാണ്. ചിന്തിച്ചു നോക്കൂ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ജീവിയുടെ, അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് അതിന്റെ തല എന്ന് പറയുന്നത്. തലയില്ലെങ്കിൽ പിന്നെ ജീവനില്ലല്ലോ. ഈ തലയുണ്ടല്ലോ, തല ഭൂമിയിലേക്ക് വെച്ചിട്ടാണല്ലോ മനുഷ്യൻ സുജൂദ് ചെയ്യാറുള്ളത്. എന്നതുപോലെ ഒരു മരത്തിന്റെ തല എന്ന് പറയുന്നത്, ഒരു തെങ്ങിന്റെ തല എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ തെങ്ങിന്റെ തലപ്പവിടെയാന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ മനുഷ്യൻ തല കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിന്റെ വേരുകളിലൂടെയാണ്. അതിനെവിടെ നിലനിർത്തുന്നത്, അത് ഭക്ഷണം ശേഖരിക്കുന്നത്, അത് വെള്ളം ശേഖരിക്കുന്നത്. ഈ തലഭാഗം അല്ലാഹു തആല ഭൂമിയിൽ വെച്ചത് തന്നെ അവയുടെ ഒരു സുജൂദിന്റെ രൂപത്തിലാണ്. അല്ലാഹു തആലയാണല്ലോ നിഴലുകളെ സൃഷ്ടിച്ചത്. അലം തറ കൈഫ മദ്ദല്ലില്ല വലൗ ശാഅ ലജഅലഹു സാകിനാ ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا. അല്ലാഹു തആല നിഴലിനെ പറ്റി പറയാണ്. മനുഷ്യന്മാരെ, നിങ്ങൾ നിഴലിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. ചില സമയത്ത് അതിനെ ചെറുതാക്കുന്നു, വലുതാക്കുന്നു. തണൽ, നിഴലുകൾ, ഇത് സുജൂദിന്റെ ഒരു ഭാവമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ശാസ്ത്രീയമായി നിഴൽ ഇങ്ങനെ ഉണ്ടാകുന്നതാണ്, പ്രകാശം ഇവിടുന്ന് വരുമോ അവിടുന്ന് വരുമ്പോ എന്നൊക്കെ പറയുകയാണെങ്കിലും ഈ നിഴലുകൾ ആരുടെ സൃഷ്ടിയാണ്? അല്ലാഹ് പറയാണ്, കൈഫ മദ്ദല്ലില്ല, എങ്ങനെയാണ് അല്ലാഹു തആല ആ നിഴലിനെ നീട്ടിയിരിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ആ നിഴലുകളെ നാം ചലിപ്പിക്കില്ലായിരുന്നല്ലോ എന്നുള്ള പറയുകയാണ്. അപ്പൊ നിഴലുകൾ
സുജൂദിന്റെ ഒരു ഭാവമായിട്ട് അള്ളാഹ് സൃഷ്ടിച്ചതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അവയുടെ വേരുകൾ ഭൂമിയിൽ വെക്കുന്നതോടുകൂടെ ഒരു സുജൂദിന്റെ രൂപം അതിൽ കാണാൻ കഴിയും എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. ഞാനതിനി വിശദീകരിക്കുന്നില്ല. ഇവയൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവന് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണും ഈ പൂമ്പാറ്റകൾ, ഈ പ്രാണികളൊക്കെ, അല്ലേ? നമ്മുടെ വീടുകളിലുള്ള പൂച്ചകൾ, നമ്മളവയൊക്കെ മാനിക്കണം എന്നുള്ളതാണ്, അവക്ക് ജീവന്റെ വില നൽകണം എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അവയൊക്കെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന പ്രകീർത്തിക്കുന്ന ജീവികളാന്നാ പറയുന്നത്. വിശ്വാസം അങ്ങനെയാണ്. ഒരുപക്ഷേ നമ്മൾ ചോദിക്കും, ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഇന്ന് വരെ ഒരു മൃഗത്തിന്റെ തസ്ബീഹ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യ, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ട്. റഹീം ഫൈസി എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. നമുക്ക് പറയാൻ കഴിയുന്നത് യന്ത്രത്തിന്റെ സഹായത്തോടുകൂടെ ആ ശബ്ദം തരംഗങ്ങളായി മാറി മൊബൈൽ ടവറിൽ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്റെ മൊബൈലിലെത്തി അതെന്റെ ചെവിയിലേക്ക് എത്തുന്നു എന്നതാണ്. ഈ ശബ്ദം അതെങ്ങനെ തരംഗങ്ങളായി മാറുന്നു? ഈ ശബ്ദമല്ല, ചിത്രങ്ങൾ എങ്ങനെ പോകുന്നു, എങ്ങനെ വീഡിയോകൾ കാണുന്നു, പോകുന്നു. എത്ര വലിയ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. KICR നമ്മുടെ പരിപാടിയുണ്ട്, അതൊരു അത്ഭുതമാണ്. ലോകത്തിന്റെ ഏതു ഭാഗത്തും നോക്കൂ നിങ്ങൾ, എവിടെയാണ് ഇതിലൊരു സാങ്കേതിക സഹായമുള്ളത്? കേവലം 1-2 യന്ത്രങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏതു ഭാഗങ്ങളിലേക്കും എത്തിക്കാവുന്ന രീതിയിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഈ സാങ്കേതിക വിദ്യ എത്തിയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടതില്ല എന്നല്ല, ഈമാനുണ്ടല്ലോ, മുഅ്മിനുണ്ടല്ലോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും, പടച്ചോനെ ഞങ്ങളുടെ കാതുകൾ കൊണ്ട് ഞങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും, കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഞങ്ങളത് വിശ്വസിക്കുന്നവരാണ്. നബിയേ, അങ്ങ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, അല്ലാഹുവേ നിന്റെ ഖുർആനിലൂടെ ഇന്ന കാര്യം വിശ്വസിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യാ? സമിഅനാ, അതാണ് നമ്മുടെ മുദ്രാവാക്യം. സമിഅനാ വ അത്അനാ. പടച്ചോനെ, ഞങ്ങളത് കേട്ടു അല്ലാ, ഞങ്ങളത് സ്വീകരിച്ചു അല്ലാ. ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, ഈ വിശ്വാസത്തിലും ഈ ചിന്തയിലും എന്തെങ്കിലും അപാകത വരികയാണെങ്കിൽ ഗുഫ്രാനക, നിന്നോട് ഞങ്ങൾ പൊറുക്കൽ തേടുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ഈമാൻ നൽകട്ടെ. അനങ്ങാതിരിക്കല്ലേ. ഈ മക്കൾ ആവേശത്തോടെ ആമീൻ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരെ, നമ്മളാണ് ആമീൻ പറയേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. ഭയങ്കര പ്രശ്നമാണ് ഈമാന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ അതുണ്ടാവോ? അങ്ങനെ ഉണ്ടാവോ? ഈമാൻ കുറഞ്ഞു പോകുന്ന കാലമാണ്. പേരിൽ മുഅ്മിനായിരിക്കാം, പേര് ഈമാനുള്ള പേരായിരിക്കാം, മുസ്ലിം മഹല്ല് കമ്മിറ്റിയിലെ അംഗമായിരിക്കാം, എല്ലാ രീതിയിലും ഇസ്ലാമിന്റെ പേരുണ്ടായിരിക്കാം. പക്ഷേ മനസ്സിന്റെ പ്രകാശമായ നൂറായ ഈമാൻ ചോർന്നു പോകുന്ന കാലമാണ്. ഈമാനിനെ വിൽക്കാനൊരുങ്ങുന്ന കാലമാണ്. ഇത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലമാണ്, അല്ലേ? ഈ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായത്, അത് ഒരുപക്ഷെ നമ്മൾ അതിൽ കമന്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നവർ മാത്രമായാൽ മതി. അതിലൂടെ വരുന്ന ലേഖനങ്ങളിലൂടെ, അതിലൂടെ വരുന്ന ചോദ്യങ്ങളിലൂടെ, അതിലൂടെ വരുന്ന ചർച്ചകളിലൂടെ നമ്മുടെ ചിന്തകളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഈമാനിനെയും സ്വാധീനിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഈമാൻ പോയി പോകുന്ന കാലമാണ്. നമ്മൾ അല്ലാഹുവേ, നീ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടവരാണ്. നോക്കൂ നിങ്ങൾ, ഇവയൊക്കെ ചെയ്തിട്ട് ഇവക്കെന്തു കാര്യം? അതൊരു ചോദ്യമാണ്. ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുന്നു, അല്ലേ? പൂച്ചയും ആനയും കോഴിയും കഴുതയും ഒക്കെ
ഈ മരങ്ങളൊക്കെ, ഈ ചീനിമരവും ഈ തെങ്ങും ഒക്കെ സുജൂദ്, തസ്ബീഹ് ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതുകൊണ്ട് ഇവക്ക് എന്ത് കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ലല്ലോ. പിന്നെ എന്തിനാണ് അവ ചെയ്യുന്നത്? അത് അവയുടെ ജീവിത ധർമ്മമാണ്. അത് നിറവേറ്റുന്നു മാത്രം. അതല്ലാതെ അവക്കതിന്റെ പേരിൽ പ്രത്യേകമായ ഒരു പ്രതിഫലമോ ഒരു പ്രത്യേകമായ ശിക്ഷയോ ലഭ്യമാകുന്നതല്ല. മൃഗങ്ങൾക്ക് ശിക്ഷയില്ല, മൃഗങ്ങൾക്ക് കൂലിയില്ല. അങ്ങനെ കൂലിയുള്ള സ്വർഗമുള്ള മൃഗങ്ങളെ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിട്ടുമുണ്ടല്ലോ. അങ്ങനെ കൂലിയുള്ള എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കും. ഉദാഹരണമായിട്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയെപ്പോലെ, അല്ലേ? ഗുഹാമുഖത്ത് കാവൽ നിന്ന പട്ടിയെപ്പോലെ, അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയെപ്പോലെ, നായയെപ്പോലെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ മൃഗത്തെപ്പോലെ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുപോലെയുള്ള മൃഗങ്ങൾ 10 പക്ഷി മൃഗാദികളുടെ കൂട്ടത്തിൽ സുലൈമാൻ നബിയുടെ ഹുദ്ഹുദിനെ പോലെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി എണ്ണി നമുക്ക് വിവരണം ചെയ്തു തന്നിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ. ബാക്കിയുള്ളവർക്കൊന്നും അതുപോലെയുള്ള ഒരവസ്ഥ കാണാൻ കഴിയില്ല. ഒരിക്കൽ അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് കാണുകയാണ് റആ ശാതൈനി തന്തതിഹാൻ, 2 മൃഗങ്ങൾ പരസ്പരം ഇങ്ങനെ കുത്തുകൂടുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. 2 ആടുകൾ. നബി ചോദിച്ചു, അബൂദർറേ, താങ്കൾക്കറിയുമോ എന്ത് മൃഗങ്ങൾ പരസ്പരം കുത്തുകൂടുന്നത് എന്ന്? എനിക്കറിയില്ല നബിയേ. റസൂലുള്ള പറയുകയാണ്, എന്നാൽ അബൂദർറേ, അല്ലാഹുവിനതറിയാം എന്തിനാണ് ഈ മൃഗങ്ങൾ കുത്തുകൂടുന്നത് എന്ന് അല്ലാഹുവിനറിയാം. എന്നിട്ട് പറയാണ്, നാളെ ആഖിറത്തിലെത്തുമ്പോൾ, പരലോകത്തെത്തുമ്പോൾ കൊമ്പുള്ള ഒരു മൃഗം കൊമ്പില്ലാത്ത ഒരു മൃഗത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കൊമ്പില്ലാത്ത മൃഗത്തിന് പകരം കൊമ്പ് നൽകിയിട്ട് അല്ലാഹു തആല പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ആ മൃഗങ്ങളോട് പറയപ്പെടുന്നതാണ്, കൂനി തുറാബാ, നിങ്ങളൊക്കെ മണ്ണായി മാറുക, നിങ്ങൾ മണ്ണായി മാറൂ എന്നാ മൃഗങ്ങളോട്. ഇതാണ് അവക്കുണ്ടാകുന്ന അവസ്ഥ. ശരിക്കും മനസ്സിലാക്കണം. മൃഗങ്ങൾ തസ്ബീഹ് ചൊല്ലുന്നു, ഇബാദത്ത് ചെയ്യുന്നു, എന്നിട്ട് അവിടെ വെച്ചവയോട് പറയപ്പെടുന്നു കൂനി തുറാബാ. ഇനിയാണ് നമ്മുടെ സ്തുതിയുടെ പ്രസക്തി. ഇത് ലോക സമക്ഷമായിരിക്കും. ആഖിറത്തിൽ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ, മനുഷ്യർ മുഴുവൻ, ജിന്നുകളും മലക്കുകളുടെയും സാന്നിധ്യത്തിൽ വെച്ച് അല്ലാഹു തആല ഈ മൃഗങ്ങളോട്, ഈ പറവകളോട്, ഈ മരങ്ങളോട്, അതുപോലെയുള്ള ജീവജാലങ്ങളോട് നിങ്ങൾ മണ്ണായി മാറൂ എന്ന് പറഞ്ഞാൽ അവിടെയുണ്ടാകും മനുഷ്യർ. അവർ ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവില്ല. അവർ സിനിമ കണ്ടവരായിരുന്നു, അവർ സീരിയൽ കണ്ടവരായിരുന്നു, വ്യഭിചാരികളായിരുന്നു, കള്ളം പറഞ്ഞവരായിരുന്നു, അല്ലാഹുവിനെ ധിക്കരിച്ചവരായിരുന്നു, ചോദ്യം ചെയ്തവരായിരുന്നു, ആഖിറം കൊണ്ട് വിശ്വസിക്കാത്തവരായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇത് കാണുകയാണ്. ഈ മൃഗങ്ങൾ മണ്ണായി മാറുന്നത്, ഈ മൃഗങ്ങൾക്ക് അല്ലാഹു തആല പരലോകത്തൊരു ശിക്ഷ നൽകാത്തത് അവർ കാണുകയാണ്. അപ്പൊ അവരും ആഗ്രഹിക്കും, അല്ലാഹുവേ, ഞങ്ങൾ ഈ മൃഗങ്ങളെപ്പോലെ ഞങ്ങളും മണ്ണായി മാറിയെങ്കിൽ. അല്ലേ? ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിർ യാ ലൈതനീ കുൻതു തുറാബാ.
ഇന്നാ അൻസർനാകും അദാബൻ ഖരീബാ, നിങ്ങൾക്ക് വളരെ സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകിയില്ലയോ? ഏതാണ് ആ ദിവസം? യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ, ഓരോ സൃഷ്ടിയും ഓരോ മനുഷ്യനും അവന്റെ പിന്നിലേക്ക് നോക്കുകയാണ്. മാ ഖദ്ദമത് യദാ, ഇന്നലെ അവൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. ഇന്നലെ അവൻ എന്ത് ചെയ്തു? യഥാസമയം നിസ്കരിച്ചോ? യഥാസമയത്ത് സ്വതക്ക ചെയ്തോ? സക്കാത്ത് കൊടുത്തോ? പലിശ വാങ്ങിയോ? കള്ളൊക്കെ പറഞ്ഞോ? കള്ളക്കച്ചവടം നടത്തിയോ? ജനങ്ങളെ വഞ്ചിച്ചോ? അവനിങ്ങനെ തന്റെ പിറകിലേക്ക് നോക്കുമ്പോ അവനൊന്നുമേ കാണാൻ കഴിയുന്നില്ല. മാ ഖദ്ദമത് യദാ, അവനൊന്നും കാണാൻ കഴിയുന്നില്ല. ആ സമയത്ത് അവൻ പറയുകയാണ്, യാ ലൈതനീ കുന്തു തുറാബാ, അല്ലാഹുവേ ഞാൻ മണ്ണായി മാറിയെങ്കിൽ എന്ന്. ഇതാവണോ പ്രിയപ്പെട്ടവരെ നമുക്ക്? ആഗ്രഹിക്കാൻ പാടില്ല. ഇതാവാതിരിക്കണം. അതിനാണ് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട്, ഓരോ ഭാഗങ്ങൾ കൊണ്ടും സദാസമയവും അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹുവിന് മാത്രമാണ്. സ്തുതി എന്ന് പറഞ്ഞ് എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ ഇലാഹായ അല്ലാഹുവിനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിളംബരം ചെയ്യുന്നത്. എന്തിനാണ് അല്ലാഹനെ നമ്മൾ സ്തുതിക്കുന്നത്? എന്തിനാ സ്തുതിക്കുന്നത്? എല്ലാറ്റിനും അല്ലാഹ് പറയുകയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുകയാണ്. അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് നാം നൽകിയിരിക്കുകയാണ്. എന്താണ് ഏറ്റവും വലിയ ആവശ്യം? എന്താ? റബ്ബ് ചെയ്ത നിഅമത്തുകളിൽ ഒന്നേതാണ്? എല്ലാരും അയാളെ നോക്കുന്നത് അതവിടെ നടന്നോളൂ, ഇങ്ങോട്ട് നോക്കൂ. എന്താണ് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത്? നമ്മെ ഈ ലോകത്ത് സൃഷ്ടിച്ചു എന്നതാണ്. അല്ലേ? അല്ലാഹുവിന്റെ അഡ്രസ് അതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആദ്യമായിട്ട് അവൻ പറഞ്ഞത് അല്ലദീ ഖലഖ് എന്ന സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതത്രയും പ്രാധാന്യമുള്ളതാണ്. ഈ ലോകത്ത് നമ്മൾ ഇല്ലാതിരിക്കുക എന്നതിനേക്കാൾ ഉത്തമമാണ് നമ്മളൊക്കെ ഉണ്ടാവുക എന്നത്. അങ്ങനെ നമ്മെ അല്ലാഹു തആല ഈ ലോകത്ത് പടച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്. എങ്ങനെ പടച്ചു? മാതാവുണ്ടായി നമുക്ക്, പിതാവുണ്ടായി നമുക്ക്. അതൊക്കെ സ്തുതിക്കർഹമാണ്. അല്ലേ? നമ്മുടെ ഉമ്മ കാരണത്താൽ അല്ലാഹു തആലാക്ക് നമ്മൾ ബാധ്യതയുള്ളവരാണ്. നമ്മുടെ ബാപ്പ ഉള്ളത് കാരണത്താൽ അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ. അനിഷ്കുർലി, എനിക്ക് നീ നന്ദി, വലിവാലിദൈക, നിന്റെ മാതാവിനും നിന്റെ പിതാവിനും നന്ദി ചെയ്യേ. മാതാവും പിതാവും ഉള്ളത് കാരണത്താൽ അതില്ലാതായാലേ അതിന്റെ വേദനയും സങ്കടമൊക്കെ നമുക്കറിയുള്ളൂ. മാതാവില്ലാതെയായി നോക്കണം, സുബ്ഹാനല്ലാഹ്. പിതാവില്ലാതെയായി നോക്കണം. നിങ്ങൾ യതീമായ കുട്ടികളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടോ? ഒരാർദ്രതയുണ്ടാകും, ഒരു നനവുണ്ടാകും, ഒരു സങ്കടമുണ്ടാകും. വിനീതനായ ഞാൻ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ഥാപനത്തിൽ 9 കൊല്ലമായി ജോലി ചെയ്യുന്നയാളാണ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് ചാമക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് 300 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ദാറുൽ ഹുദായുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. 10 വയസ്സായ 11.5 വയസ്സിൽ കൂടാത്ത കുട്ടികളെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ടവർ 12 കൊല്ലം മതവും ദുനിയാവും പഠിക്കുകയാണ്. 12 കൊല്ലത്തെ പഠനമാണ്. അങ്ങനെ
12 കൊല്ലം പഠിച്ചിട്ടാണ് കുട്ടികൾ ഹുദവി പണ്ഡിതന്മാരായി പുറത്തു വരുന്നത്. ദാറുൽ ഹുദായുടെ ഈ വർഷത്തെ ഞങ്ങളുടെ കോളേജിലെ അഡ്മിഷൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 5-ാം തീയതിയായിരുന്നു. അന്ന് 45 കുട്ടികൾ പുതുതായിട്ട് കോളേജിൽ വന്നു. അന്ന് ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കോളേജിൽ വന്നു. ആ കോളേജിൽ ഉസ്താദുമാരുടെ കയ്യിൽ ആ പിഞ്ചുപാളിനെ ഏൽപ്പിച്ചുകൊണ്ട്, ആ പൊന്നുമോനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ രക്ഷിതാവായ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നയാളാണ്, ഞാൻ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരേണ്ടയാളാണ്. എന്റെ പ്രിയപ്പെട്ട ഈ പൊന്നുമോനെ ചേർക്കാൻ വീട്ടിലാളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ കമ്പനിയിൽ നിന്ന് ലീവ് വാങ്ങിയിട്ട് ഞാൻ ഇന്നലെ തന്നെ വന്നതാണ്. ഇന്നലെ രാത്രിയാണ് എത്തിയത്. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഉസ്താദുമാരുടെ കയ്യിൽ പൊന്നുമോനെ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ അടുത്ത വ്യാഴാഴ്ചയായി. കുട്ടികളൊക്കെ കരച്ചിലോട് കരച്ചിലാണ്. എനിക്ക് ബാപ്പയെ കാണണം, എനിക്ക് ഉമ്മയെ കാണണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് നാട്ടിൽ പോകണം. കുട്ടികൾക്കൊക്കെ വലിയ സങ്കടമായിരിക്കുമല്ലോ വീട്ടിൽ നിന്ന് വിട്ടുനിന്നിട്ട്. അങ്ങനെ ഈ പൊന്നുമോനുണ്ടല്ലോ, അടുത്ത വ്യാഴാഴ്ച അവന്റെ വാപ്പ കോളേജിലേക്ക് വിളിക്കുകയാണ്. ഉസ്താദിനെ വിളിക്കുന്നു, ഉസ്താദേ, മോനെ ഒന്ന് കിട്ടുമോ? എന്താ കാര്യം? മോനെ ഒന്ന് കിട്ടാനാണൊന്ന് സംസാരിക്കാനാണ്. മോന്റെ കയ്യിൽ ഫോൺ കൊടുത്തു ഉസ്താദ്. അവൻ ഭയങ്കര കരച്ചില്. വാപ്പായോട് പറഞ്ഞു, വാപ്പാ നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണം. വാപ്പ പറഞ്ഞു, നാളെ ഏതായാലും വെള്ളിയാഴ്ചയാണല്ലോ, ഞാൻ ഏതായാലും നിന്നെ കാണാൻ വരാം. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് അവൻ നല്ല കരച്ചിലാണ്, നാളെ വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവനെ കാണാൻ. ഇവന് പിന്നെ സമാധാനമായി, പിന്നെ കരച്ചിലൊന്നുമില്ല, സങ്കടമൊന്നുമില്ല. അവൻ കാര്യമായിട്ട് കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പൊ വരുമല്ലോ, വൈകുന്നേരം ഇവൻ കാത്തിരിക്കുകയാണ് വൈകുന്നേരം ആകാൻ. അങ്ങനെ അടുത്ത ദിവസം വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണി സമയമാണ്. ആ സമയത്ത് ഇവന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വരികയാണ്. ഉസ്താദേ, ഇന്നാലിന്ന കുട്ടിയുടെ ബാപ്പ മരിച്ചുപോയി. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, എന്താണ് കേട്ടത്? എന്താണ് അറിഞ്ഞത്? ഇന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ വാപ്പ മരിച്ചുപോയോ? വാപ്പ മരിച്ചതിലല്ല ഞങ്ങൾക്ക് സങ്കടം, അതിലേറെ സങ്കടം 10 വയസ്സായ ഇവനുണ്ടല്ലോ, വാപ്പയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇവനോട് എങ്ങനെയാണ് ആ കാര്യം പറയേണ്ടത്? ഏതായാലും ഞങ്ങൾ 2-3 പേര് കൂടി എന്നിട്ട് തീരുമാനിച്ചു അവനെ എങ്ങനെയെങ്കിലും പറയുക. എന്നിട്ട് അവനോട് ഞങ്ങൾ ചെന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ ഉസ്താദുമാര് നിന്റെ വീടിന്റെ സമീപത്തേക്ക് പോകുന്നുണ്ട്, നീ ഒന്ന് വിളിക്കോ. അവന് സന്തോഷമായി. ബാക്കിയുള്ള കുട്ടികളൊന്നും നാട്ടിൽ പോകുന്നില്ല, ഇവൻ മാത്രം വീട്ടിൽ പോവുകയാണ്. അവൻ വീട്ടുകൂട്ടുകാരോട് വരാന്തയിൽ നിന്നിട്ട് ഞാൻ പോയി വരാമെന്നൊക്കെ പറഞ്ഞ ആഹ്ലാദത്തോടെ കൈയൊക്കെ കൊടുത്തിട്ട് അവൻ വണ്ടിയിൽ കയറി. ഞങ്ങളിങ്ങനെ പോയി. പോകുന്ന സമയത്ത് എവിടെ വെച്ചെങ്കിലും പൊന്നുമോനെ, നമ്മൾ ഇങ്ങനെ ആവശ്യത്തിനാണ് പോകുന്നതെന്ന് പറയാൻ എന്റെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നുണ്ട്, കഴിയുന്നില്ല. എങ്ങനെയാ അവനോടത് പറയുക? എങ്ങനെയാണ് അവന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കാര്യം പറയുക? കഴിയുന്നില്ല. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു 10-11 മണിയായി. വണ്ടി തിരൂരിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിശപ്പുണ്ട്. വാഹനം അവിടെ നിർത്തി. എന്നിട്ടൊരു ഹോട്ടലിൽ കയറാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇവനോട് പറഞ്ഞപ്പോ ഇവൻ പറയുന്നു, ഞാൻ വണ്ടിയിൽ കയറൂല്ല. എന്താ നീ വണ്ടിയിൽ കയറാത്തത്? എനിക്ക് വിശപ്പില്ല. വീണ്ടും പറഞ്ഞു, നീ വാലമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങുന്നില്ല, എനിക്കൊന്നും വേണ്ട. വീണ്ടും വല്ലാതെ നിർബന്ധിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഉസ്താദേ, വീട്ടിലേക്കല്ലേ പോകുന്നത്? അവിടെ ബാപ്പ എന്നെ കാത്തിരിക്കുന്നുണ്ടാകുമല്ലോ, ഞാൻ ബാപ്പാൻ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം. വാപ്പ വന്നിട്ട് വാപ്പാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഞങ്ങൾ ഇവനറിയില്ലല്ലോ, പാവം. ഏതായാലും ഞങ്ങൾ ഒരൽപ്പം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവനുമായിട്ട് പോയി. കിലോമീറ്ററുകൾ സഞ്ചരിച്ചവന്റെ വീടിന്റെ മുമ്പിലെത്തി. വീടിന്റെ മുമ്പിൽ ഇങ്ങനെ പന്തലൊക്കെ ഇട്ടിരിക്കുന്നു. അവൻ ഞെട്ടിയിട്ട് ഞങ്ങളോട് ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ എന്താ ആൾക്കൂട്ടമെന്ന നിലയിൽ എല്ലാവരും അവനെ ഇങ്ങനെ കുറിച്ചു നോക്കുകയാണ്. ഇവനാണല്ലോ മൂത്തപുത്രൻ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവരുടെ കൂടെ പോയി, അവന്റെ കൂടെ പോയി. അവനെ അവന്റെ എളാപ്പയോ മറ്റോ വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളും പിന്നാലെ പോയി. എന്താ കാണുന്നത്? എന്താണ് അവസ്ഥ? ഏതായാലും അവന്റെ വീടിന്റെ ഉള്ളിലേക്ക് അവൻ കയറുന്നു, ഞങ്ങളും കയറുന്നു. സുബ്ഹാനല്ലാഹ്,
അവൻ ഞെട്ടിപ്പോകുന്ന ഒരു മയ്യിത്ത് ഇങ്ങനെ കിടക്കുന്ന ഇതാരുടേതാണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആ മയ്യിത്തിന്റെ അടുക്കൽ പോയി ആ മയ്യിത്തിന്റെ മുഖം കാണിക്കുന്നയാളത് കാണിച്ചപ്പോ അല്ലാ ഇന്ന് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ ആരുടെ കൂടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കണമെന്ന് ആ പൊന്നുമോൻ ആഗ്രഹിച്ചിരുന്നത്, ആ പൊന്നുമോന്റെ ഉപ്പ മയ്യിത്തായി കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വാവിട്ട് പൊട്ടിക്കരഞ്ഞത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. നമുക്കതറിയില്ല, ആ കണ്ണീര് നമ്മൾ കണ്ടിട്ടില്ല, നമ്മളാരും അങ്ങനെ കരഞ്ഞവരല്ല. എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ അല്ലാഹു തആല ജന്മം, മാതാവ്, പിതാവ്, നാട്, കുടുംബം, അതിന് നമ്മൾ പ്രകീർത്തിക്കണം. അൽഹംദുലില്ലാഹ്. എല്ലാ സ്തോത്രങ്ങളും അല്ലാഹുവിനാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നു. ഇൻഷാ അല്ലാഹ് ഒരു കുറവും വരുത്താതെ നല്ല ഒരു സ്വതക്ക നിങ്ങൾ ആ ബക്കറ്റ് എടുക്കണം. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. എല്ലാരും പറയും കുട്ടികൾ വലിയ ഉഷാറാണല്ലോ, ബാക്കിയുള്ളവരുടെ അടുക്കലൊന്നും ആ ഉഷാറ് കാണുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക സ്വീകരിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ നല്ല സ്വതക്ക, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 രൂപയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ബക്കറ്റിലിടണം. എന്നാലേ ഈ പരിപാടി വിജയിക്കുള്ളൂ. അത് ഇടുന്ന സമയത്ത് നല്ല ഒരു നിയ്യത്തും വെക്കുക. റഹ്മാനായ റബ്ബ് എന്ത് നിയ്യത്തോടെയാണോ നിങ്ങൾ അതിൽ സ്വതക്ക ചെയ്യുന്നത്, അല്ലാഹു തആല ആ സ്വതക്കയെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ആ നിയ്യത്തിനെ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനോട് കൂടെ ഒരു കവർ നൽകുന്നു. അപ്പൊ ആ കവറ് നിങ്ങൾ നാളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പ്രസംഗിക്കുന്ന സമയത്ത് അതിന് അവസാനം വലിയ ദുആയൊക്കെ ഉണ്ടാകും. അപ്പൊ ആ കവറിൽ നല്ല ഏറ്റവും ഒരു നല്ല ഒരു സ്വതക്ക 500, 1000, 2000 അങ്ങനെയൊക്കെയുള്ള സ്വതക്ക അതിൽ നിക്ഷേപിച്ചിട്ട് മാത്രമേ നാളെ നിങ്ങൾ ഈ മജ്ലിസിലേക്ക് വരാവൂ. മാത്രമല്ല അതിൽ നിങ്ങളെ പിന്നെ എന്ത് ഉദ്ദേശമാണ് നിങ്ങൾക്കതിലുള്ളത്, നിങ്ങൾക്ക് ഇത് സ്വതക്ക നിങ്ങൾ എന്ത് കാര്യത്തിലാണ് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ അതിൽ എഴുതിയാൽ ഇൻഷാ അല്ലാഹ് നാളെ അത് പിന്നെ ഇവിടെ വെച്ച് ദുആ ചെയ്യും എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ എല്ലാവരും നല്ലൊരു സ്വതക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അല്ലാഹനെ സ്തുതിക്കുന്നത് എന്തൊക്കെ നമുക്ക് വേണോ അത് മുഴുവൻ അല്ലാഹു നമുക്ക് നൽകും. അല്ലേ? ഓരോരോ ശരീരഭാഗങ്ങൾ, ഈ ശരീരം, ഇതിലെ അത്ഭുതങ്ങൾ, നമുക്ക് നൽകിയ ബുദ്ധി, ഓരോന്നിനും എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത അത്ര അത്ഭുതങ്ങളാണ് നമുക്ക് അല്ലാഹു തആല, നിഅമത്തുകളാണ് നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. നമ്മുടെ മുടി മുതൽ അടി വരെ എന്തെല്ലാം അത്ഭുതങ്ങളാണ്, എത്രയെത്ര നിഅമത്തുകളാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കേൾവിയും നമ്മുടെ കാഴ്ചയും. വജഅല ലകുമുസ് സംഅ വൽ അബ്സ്വാർ. അല്ലാഹു പറയാ, നമ്മളാരും ചിന്തിക്കൂല, റബ്ബേ ഈ കേൾവി നീ എനിക്ക് നൽകിയതാണല്ലോ, ഈ കാഴ്ച നീ എനിക്ക് നൽകിയ നിഅമത്താണല്ലോ, ഞാനത് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ആ ചിന്താശേഷി ഇല്ലായ്മയാണ്. കണ്ണുകൊണ്ട് സിനിമ കാണുക, ഹറാമ് കാണുക, മൊബൈൽ ഫോണിലൂടെ നിഷിദ്ധമായ കാഴ്ചകൾ കാണുക, വ്യഭിചാരം കാണുക, അല്ലേ? തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല. കണ്ണ് എന്ന് പറയുന്ന ഈ നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്ക് എങ്ങനെയാണത് കഴിയുക? അല്ലേ? ഇന്ന് ലോക എയ്ഡ്സ് ദിനമായിരുന്നു. എയ്ഡ്സ് ദിനമാണ് ഈ ഡിസംബർ 1 എന്ന് പറയുന്നത്. ഞാനിപ്പോ റേഡിയോ ഇങ്ങോട്ട് വരുമ്പോ കാറിലുള്ള റേഡിയോയിൽ ഇങ്ങനെ കേൾക്കായിരുന്നു, എയ്ഡ്സിനെതിരായിട്ടല്ല, വ്യഭിചാരത്തിനെതിരായിട്ടല്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷിതമായ മാർഗം സ്വീകരിക്കുവാനുള്ള ഉപദേശമാണ്, വേറൊന്നുമില്ല. അത് കാണുക, ആസ്വദിക്കുക. കണ്ണ്, ഇത് കണ്ണതിന് തന്നതാണോ?
അലം നജ്അൽ ലഹു ഐനൈൻ. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു തആല കണ്ണിനെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണിനെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന രൂപം തന്നെ മനോഹരമാണ്. ഇതിന് പകരം വെക്കാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ സാധ്യമാവുക? കണ്ണിന്റെ ആ രൂപം, കണ്ണിന്റെ കാഴ്ചശക്തി ഈ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും ഒരു കണ്ണുകൊണ്ട് മനുഷ്യൻ കാണുന്നയത്ര ഒരിക്കലും ആ ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിയില്ല. ആ ക്യാമറയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കണ്ണിലൂടെ കാണുന്ന കാഴ്ചയുടെ അത്ര ഒന്നിനും കഴിയില്ല. അത്രയും പവറുള്ള കണ്ണ്. നോക്കൂ നിങ്ങൾ, ഈ കണ്ണിനെ അല്ലാഹു തആല നൽകിയിരിക്കുന്നതാണല്ലോ ഈ കണ്ണിന്റെ പോള, ആ കണ്ണിന്റെ രോമങ്ങൾ. ആ രോമത്തിന് പ്രത്യേകമായ വളവുണ്ട്. ആ വളവില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കണ്ണുകൾ അടക്കാനോ തുറക്കാനോ കഴിയില്ലായിരുന്നുവെന്ന് ആധുനിക ശാസ്ത്രം നമ്മോട് പറയുന്നു. ഈ വളവ് കാരണത്താലാണത്രേ കണ്ണ് അടക്കാനും തുറക്കാനും കഴിയുന്നത്. ആർക്ക് സൃഷ്ടിക്കാൻ കഴിയുമത്? ആർക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയും? ഒരാൾക്കും കഴിയില്ലല്ലോ. ഈ കണ്ണിന്റെ പോളയുടെ താഴെയായി അല്ലാഹു തആല കണ്ണീർ ഗ്രന്ഥിയെ നൽകിയിരിക്കുന്നു. കണ്ണീർ ഗ്രന്ഥി നോക്കണം. കണ്ണിനുള്ള പീളക്കുഴിയുടെ ബന്ധം എങ്ങോട്ടാണ്? അത് തൊണ്ടക്കുഴിയിലേക്കാണ്. എന്തിനാണ് തൊണ്ടക്കുഴിയിലേക്ക് അതിന്റെ ബന്ധമെന്നറിയുമോ? ഒരു കുഞ്ഞ് ഈ ജന്മത്തിൽ, ഒരു ജന്മത്തിൽ, അവന്റെ ജന്മത്തിൽ ആദ്യമായി ചെയ്യുന്ന പ്രവർത്തനം കരയുക എന്നതാണ്. കുട്ടി കരയുമ്പോഴാണ് അവന്റെ ജീവനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ബാക്കിയുള്ളവർ സന്തോഷത്തിലാകുന്നത്. അങ്ങനെ കരയുമ്പോൾ പ്രാരംഭകാലങ്ങളിൽ ഒരുപാട് കാലം ഈ കുഞ്ഞ് കണ്ണടച്ചിട്ടാണ് കരയുന്നത്. ശാസ്ത്രം പറയുന്നു, കാരണം കണ്ണടച്ച് കുഞ്ഞ് കരയുമ്പോൾ ആ കൺപീളക്കുഴിയിലൂടെ ഉള്ള ആ ദ്വാരത്തിലൂടെ, ചാനലിലൂടെ അവന്റെ ആ കണ്ണീര് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നു. തൊണ്ട എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റവും നിർമ്മലമായ ഒരു ഭാഗമാണ്. മുലപ്പാല് മാത്രമേ അതിലൂടെ പോവുകയുള്ളൂ. അത് വരണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മരണം വരെ സംഭവിക്കാം. അതിന് കരുണാവാരിധി, എന്റെയും നിങ്ങളുടെയും ചെറുപ്പത്തിൽ നമ്മുടെ സംരക്ഷണമേറ്റ, നമ്മുടെ കാലത്തെയും സംരക്ഷകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാന്ത്രികമായി തന്നെ അത് സംഭവിക്കാൻ നമ്മുടെ കണ്ണീർ തുള്ളികളെ നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുന്നു. അത്ഭുതം. കണ്ണീരിന്റെ രുചി എന്താണ്? ഉപ്പുരുചിയാണ്. ഉപ്പുരുചിയുള്ള ലോകത്തുള്ള ഒരു വെള്ളമുണ്ടല്ലോ, അതെവിടെയാണ്? കടലിലാണ്. എന്തിനാണ് അല്ലാഹു കടലിലെ വെള്ളത്തിന് ഉപ്പുരുചി നൽകിയത്? കടലിലെ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. കടൽ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ മാലിന്യങ്ങളുടെയും കേന്ദ്രമാകുന്നു. ഈ കേരളത്തിലുള്ള ഏത് നദിയായാലും, കുന്തിപ്പുഴയായാലും, തൂതപ്പുഴയായാലും, അതുപോലെ എന്ത് കരിപ്പുഴയായാലും, എത്ര പുഴകൾ നിങ്ങളുടെ നാടുകളിൽ ഉണ്ടെങ്കിലും അതെല്ലാം ഒന്നിച്ചു ചേർന്ന അവസാനം അതെത്തുന്നത് അറബിക്കടലിലാണ്. കടലെന്ന് പറയുന്നത് എല്ലാ മാലിന്യങ്ങളുടെയും കേദാരമാണ്. പക്ഷേ ആ മാലിന്യത്തിന്റെ ദുർഗന്ധം ഒരിക്കലും നമുക്കാർക്കും അനുഭവിക്കേണ്ടി വരാറില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ രണ്ടനുഗ്രഹങ്ങൾ അല്ലാഹു തആല കടലിന് ചെയ്തു കൊടുത്തു. ഒന്ന്, കടലിലെ വെള്ളം അല്ലാഹു തആല ഉപ്പുരുചിയാക്കി. രണ്ട്, കടലിലെ വെള്ളം എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അത് കാരണത്താൽ കടലിലെ വെള്ളത്തിന് ദുർഗന്ധമില്ല. നമ്മുടെ മൂക്ക് നമ്മൾ വൃത്തിയാക്കാറുണ്ട് വെള്ളം ഉപയോഗിച്ച്, അതുപോലുള്ള സംഗതികൾ ഉപയോഗിച്ച് നമ്മുടെ മുഖം വൃത്തിയാക്കാറുണ്ട്, നമ്മുടെ അവയവങ്ങൾ വൃത്തിയാക്കാറുണ്ട്. എന്നാൽ കണ്ണാണല്ലോ എപ്പോഴും അതൊരു പ്രത്യേകമായ ലെൻസാണ്. അതിന്റെ മുമ്പിൽ മാലിന്യങ്ങൾ അടിയരുത്, അതിന്റെ മുമ്പിൽ ഒരിക്കലും ദുർഗന്ധമുണ്ട് അത് അടിയരുത്. അത് എപ്പോഴും ശുദ്ധമായിരിക്കാൻ അല്ലാഹു തആല രണ്ട് സംവിധാനങ്ങൾ ചെയ്തു. ഒന്ന്, അല്ലാഹു തആല കണ്ണിനെ എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണീരിന് ഉപ്പുരുചിയും നൽകി. എത്ര തവണ പറയണം അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഭാവിയിൽ അങ്ങയുടെ സമുദായത്തിൽ നിന്നൊരാൾക്ക് ലഭിക്കുവാനുള്ള ഒരു ശിക്ഷയുടെ ഒരു രൂപം അല്ലാഹു തആല എനിക്ക് കാണിച്ചു തന്നോ. എന്നിട്ട് ആ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്.
മുൻഗാമികളിൽപ്പെട്ട ഒരാൾ 500 കൊല്ലക്കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു ഒരു മലമുകളിൽ വെച്ച്. ആ മലയുടെ മുകളിൽ അയാൾ ആബിദായിരുന്നു, സുജൂദിലായി, റുകൂഇലായി, തസ്ബീഹിലായി. അവിടെ വേറെ ഒരാളുമില്ല. ആ മലയുടെ ചുറ്റുഭാഗത്തും കടലായിരുന്നു. ഈ മനുഷ്യനുള്ള ഭക്ഷണം അല്ലാഹു തആല നൽകിയിരുന്നത് ഒരു പ്രത്യേകമായ രൂപത്തിലായിരുന്നു. അങ്ങനെ ഇയാൾ അല്ലാഹുവിനോട് ദുആയിരുന്നു, എന്നെ നീ സുജൂദിലായി മരിപ്പിക്കണമേ, സുജൂദിലായി എന്നെ നീ ബഅസ് നടത്തുകയും ചെയ്യണമേ. അങ്ങനെ അയാൾ സുജൂദിലായി മരിച്ചു. സുജൂദിലായിട്ട് തന്നെ ആ മനുഷ്യനെ അല്ലാഹു പുനരുദ്ധരിക്കുന്നു. എന്നിട്ട് അല്ലാഹു അദ്ദേഹത്തെ മഹ്ശറിൽ കൊണ്ടുവരും. ഹിസാബ് നടത്തുമ്പോ ഈ മനുഷ്യനുണ്ടല്ലോ, 500 കൊല്ലക്കാലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യൻ, ഇദ്ദേഹത്തോട് അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ, ഇദ്ദേഹം നല്ല ഒരു ആബിദാണ്, ഇയാള് ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഔദാര്യം കാരണം ഈ മനുഷ്യനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ മലക്കുകളെ. അപ്പോ ആ മനുഷ്യൻ പറയും, നിന്റെ ഔദാര്യം കൊണ്ടല്ല, എന്റെ ഇബാദത്ത് കൊണ്ട് എനിക്ക് സ്വർഗം അർഹമാ, ഞാനതിനർഹനാൻ. അപ്പൊ അല്ലാഹു പറയും, മലക്കുകളെ, എന്നാൽ നിങ്ങൾ ഞാൻ ഇവന് നൽകിയിരിക്കുന്ന ആ കണ്ണുകളൊന്ന് നോക്കൂ. ആ കണ്ണുകൾ ഞാൻ നൽകിയതിന് പകരമായി അദ്ദേഹം ചെയ്ത ഇബാദത്തുകൾ നിങ്ങൾ നോക്കൂ എന്ന് പറയുന്നു. മലക്കുകൾ അദ്ദേഹത്തിന്റെ കണ്ണെന്ന നിഅമത്തും അതുകൊണ്ട് കണ്ട കാഴ്ചകള്, ഉപയോഗിച്ച ഉപയോഗങ്ങള്, ഈ നിഅമത്തും അയാൾ ചെയ്ത 500 കൊല്ലക്കാലത്തെ ഇബാദത്തുകളും മലക്കുകൾ താരതമ്യം ചെയ്യും. നോക്കുമ്പോ ആ കണ്ണെന്ന നിഅമത്തിന് പോലും തികയുകയില്ല. കണ്ണ് അതുകൊണ്ടുള്ള നിഅമത്തിന് പോലും 500 കൊല്ലക്കാലത്തെ ആരാധന തികയില്ല. അപ്പോൾ പറയും, കണ്ടോ, ഞാൻ നൽകിയ കണ്ണിന് പകരം പോലും നിങ്ങളുടെ ഇബാദത്തായിട്ടില്ല. അതുകൊണ്ട് മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. മലക്കുകൾ ആ മനുഷ്യനുമായി നരകത്തിലേക്ക് പോകുമ്പോ അയാൾ പറയും, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബേ, എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് ഈ മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അല്ലാഹു ചോദിക്കും, മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവേ, നീയാണ്. നിനക്ക് കണ്ണ് നൽകിയത്, കാത് നൽകിയത്, കാല് നൽകിയത് ആരാണ്? അല്ലാഹുവേ, നീയാണ്. നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഹിദായത്ത് നൽകിയത് ആരാണ്? അല്ലാഹുവേ, നീയാണ്. നിനക്ക് ഇബാദത്തിനുള്ള ആയുസ് നൽകിയതാരാണ്? സുജൂദിൽ നിന്നെ മരിപ്പിച്ചതാരാണ്? സുജൂദിൽ നിന്നെ ബഅസ് നടത്തിയതാരാണ്? എല്ലാം അല്ലാഹുവേ, നീ തന്നെയാണ്. കണ്ടോ, എന്താ നമുക്ക് വകുപ്പ്? നമ്മൾ ചിന്തിക്കൂല. ചെവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലേ, നമ്മൾ പാട്ട് കേൾക്കുന്ന ചെവികൾ, നമ്മൾ സിനിമാ ഗാനങ്ങൾ ആസ്വദിക്കുന്ന ചെവികൾ. ചെറുപ്പക്കാരെ, മാലിന്യത്തിന്റെ കൊട്ടയായി നമ്മുടെ ഹൃദയം മതപ്പതിക്കല്ലേ. ഹൃദയത്തിന്റെ കവാടമാണ് കണ്ണുകളും ചെവികളും. ഈ കവാടത്തിലൂടെ എന്ത് അകത്ത് കിടക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ഹൃദയം. ചെറുപ്പക്കാരുടെ കാര്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഏത് സിനിമയെക്കുറിച്ചും കുട്ടികൾക്കറിയാം, അതിലുള്ള കഥകളെ കുറിച്ചറിയാം, അഭിനേതാക്കളെ കുറിച്ചറിയാം, എല്ലാ സംഗതികളെ കുറിച്ചും മക്കൾക്കറിയാം. അറിയാത്തതായിട്ടുള്ളത് ദീനിന്റെ കാര്യങ്ങളാണ്. അതാ പ്രശ്നം. ഈ ചെവി, നമ്മളത് കേൾക്കാൻ, പാട്ടുകൾ കേട്ട് നമ്മുടെ ചെവികൾ ഹറാമായ സംഗതികൾ കേട്ട്, ഹറാമായ കേൾവികൾ കേട്ട്, എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെവികൾ നമ്മൾ മലീമസമാക്കുന്നത്? അരുത്, സൂക്ഷിക്കണം. അല്ലാഹുവേ, ഇതെനിക്ക് കേൾക്കാൻ പറ്റിയതല്ല, ഇതെനിക്ക് കാണാൻ പറ്റിയതല്ല. അല്ലേ? ഇപ്പൊ കുട്ടികൾ ജനിച്ച ഉടനെ നടത്തുന്ന ഒരു പരിശോധനയുണ്ട് ഹോസ്പിറ്റലുകളിൽ. കേൾവി പരിശോധന നടത്തുന്നു ഹോസ്പിറ്റലുകളിൽ. അതിന് 300 രൂപയാണ് ചാർജ്. ഇനി നിങ്ങൾക്കതിനെ പറ്റി എത്ര വിവരമുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ 300 രൂപ കൊടുത്താൽ സാധാരണ ഹോസ്പിറ്റലുകളിൽ ഒരു ചെക്കിങ് നടത്തും. ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
ചെവിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കൂ. ചെവി അല്ലാഹു തആല നൽകിയ നിഅമത്താണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ പഴയ കാലത്തൊക്കെ ചെവിക്ക് കുഴപ്പമുള്ള കുട്ടികൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ചില കുട്ടികളുണ്ടാവും, ഇപ്പൊ അത് കൂടി വരിക എന്നാ പറയുന്നത്, ചെവിയുടെ കോക്ലിയക്ക് അല്ലെങ്കിൽ കോക്ലിയ ആകെ വീക്കായിട്ട് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന ഒരു സർജറി ഇപ്പൊ സർക്കാർ സൗജന്യമായിട്ട് ചെയ്യുന്നു. നിങ്ങൾ അറിയണത്, എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഞാൻ ഈ അടുത്ത 2 ആഴ്ച മുമ്പ് കണ്ണൂര് പ്രസംഗിക്കാൻ പോയപ്പോ അവന്റെ വീട്ടിൽ പോയി. അവന്റെ ഒരു 4 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്, നല്ല ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടി. അവന്റെ മടിയിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടിയുടെ ചെവിയിലുള്ള ഒരു വയറ്, ആ വയറൊരു ചിപ്പുമായി ഘടിപ്പിച്ചിട്ട് തലയോട്ടിയോട് ഇങ്ങനെ ചേർത്തിരിക്കുകയാണ്, തലയോട് ഇങ്ങനെ ചേർത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചത് എന്താ? അപ്പോഴെന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ സാധനം ഒരു വലിയ അത്ഭുത കഥയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവൾക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, കാരണം ഇവൾക്ക് കേൾവി ശക്തിയില്ലായിരുന്നു. 2 ചെവിക്കും കേൾവി ശക്തിയില്ല. വല്ലാതെ പ്രയാസപ്പെട്ടു പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മിംസിൽ കൊണ്ടുപോയി, കോഴിക്കോട്. അപ്പോൾ പറഞ്ഞു, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവൾക്ക് കേൾവി ശക്തി ഉണ്ടാക്കാം, എന്നാൽ സംസാര ശക്തി ഉണ്ടാകും. സർജറിക്ക് ആവശ്യപ്പെട്ടത് ഏകദേശം 8 ലക്ഷം രൂപയാണ്. ഒരു ചെവിക്ക് മാത്രം, മറ്റേ ചെവിക്ക് വരട്ടില്ല. അന്വേഷിച്ചു പിടിച്ചപ്പോൾ സർക്കാരിന്റെ സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആരാന്റെ മന്ത്രി എന്നറിയാവോ? ആരാ? MK മുനീർ സാഹിബ്, അദ്ദേഹത്തിന്റെ വകുപ്പാണ്. ഈ വകുപ്പിൽ നിന്ന് ഈ ചെറിയ കുട്ടികൾക്ക് 5-4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്താൻ അന്ന് 6 ലക്ഷം രൂപ അനുവദിച്ചു. അന്ന് ഈ വിവരം അറിഞ്ഞു. അങ്ങനെ അവർ തിരുവനന്തപുരത്ത് പെട്ടെന്ന് ചികിത്സാ ഫണ്ടൊക്കെ പെട്ടെന്ന് പാസ്സായിട്ട് സർജറി നടത്തി. അപ്പൊ സർജറി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന്, സർജറി നടത്തിയതിനു ശേഷം ഈ യന്ത്രം ഫിറ്റ് ചെയ്യാൻ. ഞാൻ ആ കുട്ടി, എനിക്ക് ആ വാപ്പ കാണിച്ചു തരാണ്. ഈ കുട്ടിയുടെ തലയിൽ നിന്ന് ഈ ചിപ്പ്, ഇതിന് 4 ലക്ഷം രൂപയാണ് എത്ര വില. തലയിൽ നിന്ന് ഈ ചിപ്പ് ഇങ്ങോട്ട് എടുത്താൽ പിന്നെ ഒന്നും കേൾക്കൂല, വെച്ചാൽ കേൾക്കും. നമ്മുടെ ചെവിയുടെ അകത്തുള്ള ഈ സാധനം ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന യന്ത്രമാണ്, ചെറിയ ഒരു ചിപ്പ്. സുബ്ഹാനല്ലാഹ്. പത്രത്തിൽ അതിന് ശേഷം മുമ്പൊരിക്കൽ കണ്ടിരുന്നു, ഇങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയ കുട്ടികളുടെ ഒരു സംഗമം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സർക്കാർ നിലവിൽ വന്നിട്ട് ഈ സഹായം നൽകിയിട്ട് സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഇത് വെച്ച് സംസാരിക്കാൻ ശേഷി കിട്ടിയിട്ട് അവരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയ ഒരു സംഘം ഉണ്ടായിരുന്നു. എന്തൊരു സന്തോഷായിരിക്കും അറിയോ? അപ്പോഴാ വിവരം അറിയാം അല്ലേ? അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അത്തരം സംഗതികളിലൊക്കെ അള്ളാഹു ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് ജീവിക്കുവാനുള്ള അവസരം പടച്ച റബ്ബേ നീ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മക്കളെയൊക്കെ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലാഹ്. പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനേ. ഈ ചെവിയാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ സിനിമപ്പാട്ട് കേൾക്കാൻ ഉപയോഗിക്കുന്നത്? നമ്മൾ ഹറാമായ ഗാനങ്ങളിലായി അഭിനമിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് പറയുമ്പോ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം ലോകം മുഴുവൻ തുറന്നിരിക്കുകയല്ലേ. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? മുഅ്മിനീങ്ങളെ, ഈ ഖുർആൻ വിഡ്ഢിത്തമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് കെട്ടുകഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ പഴഞ്ചനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹുവിൽ നിന്നുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും വലുതല്ല, ഒരു പണ്ഡിതൻ ദീനിന്റെ കാര്യം പറയുമ്പോ, ഒരു പ്രഭാഷകൻ ദീനിന്റെ നിയമം പറയുമ്പോ, ആ ദീനിന്റെ നിയമം കെട്ടുകഥയാണ്. അത് ആധുനിക കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ പറ്റാത്തതാണ്. അത് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കപ്പെട്ടേക്കാം. ഈ കാലഘട്ടത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ് അങ്ങനെ വരുന്നത്. ഞാൻ
പറയുന്നു, ചെവി നമുക്ക് നല്ലത് കേൾക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്. അല്ലാത്തവർ കേട്ടോ കേൾക്കാതിരിക്കുകയോ എന്തോ ചെയ്തോ നമുക്ക് കുഴപ്പമില്ല. മുഅ്മിനാണോ, ഈമാനുള്ളവനാണോ, ദീനുള്ളവനാണോ, അതിനെ ഇഷ്ടപ്പെടുന്നവനാണോ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണോ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവനാണോ, റബീഉൽ അവ്വൽ വരാത്തതിന്റെ ദുഃഖം റബീഉൽ അവ്വൽ വന്നാൽ തീർക്കണമെന്ന് വിചാരിക്കുന്നവനാണോ, ഇപ്പോഴേ റബീഉൽ അവ്വലിന്റെ കാര്യം ആലോചിച്ച് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവനാണോ, അല്ലാഹുവിന്റെ ദീനിന്റെ വാളിന്റെ മജ്‌ലിസിൽ വന്നവരോട് മാത്രമാ ഞാൻ പറയുന്നത്. നമ്മുടെ ചെവി എന്ന് പറയുന്നത് ഹറാം കേൾക്കാനല്ല മക്കളെ, നമ്മുടെ കണ്ണെന്ന് പറയുന്നത് ഹറാം കാണാനല്ല മക്കളെ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത് അല്ലാഹുവേ നിന്റെ ഇഷ്ടം എന്താണോ, നിന്റെ പ്രീതി എന്താണോ അത് മാത്രമാണ്. അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാത്തത് ഞങ്ങൾ കേൾക്കില്ല അല്ലാ, നിനക്കിഷ്ടമില്ലാത്തത് ഞങ്ങൾ കാണില്ല അല്ലാ. എന്തുകൊണ്ടെന്നാൽ ഈ കണ്ണ് നീ നൽകിയതാണ്, ഈ കാത് നീ നൽകിയതാണ്, ഫീസ് കൊടുത്ത് വാങ്ങിയതല്ല അല്ലേ. ഒരു ശ്വാസം അതിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ആരോ പറയാറുണ്ട് വെന്റിലേറ്ററിൽ പോയി കിടക്കണോ അല്ലേ, വെന്റിലേറ്ററിൽ പോയാലാണ് മണിക്കൂറിന് ഇത്ര രൂപ അല്ലേ. ഫ്രീ ആയിട്ട് ഇങ്ങനെ വലിച്ചു വിടുകയാണ്, ഒരു ഫീസുമില്ല. ആലോചിച്ചു എങ്ങനെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയുക? അൽഹംദുലില്ലാഹ്. ഓരോന്നും അത്ഭുതമാണ്. കണ്ണ്, കാത്, മൂക്ക്, പല്ല്, നാവ് അല്ലേ. നമ്മുടെ കൈകൾ നോക്കൂ. ഈ കൈകൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കൈകൾ ഒറ്റ കൈ. കവിപാടി മനുഷ്യന്റെ കൈകൾ, മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ, ഇരുമ്പൊത്തു തല്ലിത്തഴമ്പിച്ച കൈകൾ. ഇതാണ് ചുള്ളിക്കാട്, ബാലചന്ദ്ര ചുള്ളിക്കാട് ഒരു കവിത ഉണ്ട്, മനുഷ്യന്റെ കൈകൾ. ശരിയാണ്, ഈ ലോകത്തുള്ള എല്ലാം മനുഷ്യന്റെ കൈകളാണ്. ഈ തെങ്ങ് മനുഷ്യന്റെ കൈ വെച്ചതല്ലേ, ഈ യന്ത്രങ്ങള് മനുഷ്യന്റെ കൈയല്ലേ, എല്ലാം കൈയില്ലാത്തൊരു പണിയില്ല. ആ കൈകൾ ഗസാലിമാൻ പറയുന്നു, ഇങ്ങനെ പിടിച്ചാൽ കൈയൊരു കോരിയാണ്, ഇങ്ങനെ പിടിച്ചാൽ കൈയൊരു പാത്രമാണ്, ഇങ്ങനെ പിടിച്ചാൽ കൈയൊരു ആയുധമാണ് അല്ലേ. ഇങ്ങനെ എല്ലാറ്റിനും കഴുകാനും തല്ലാനും എല്ലാറ്റിനും കൈ. നോക്കൂ നിങ്ങൾ, കൈയുടെ ഓരോ വിരലുകൾക്കും ഓരോ വലുപ്പമാണ്. ഇതെന്തിനാണല്ലോ ഓരോ വലുപ്പം നൽകിയത്? അതില്ലായിരുന്നുവെങ്കിൽ ഒരു സാധനം പിടിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഈ വ്യത്യസ്ത വലുപ്പം കാരണമാണ് ഒരു സാധനം പിടിക്കുമ്പോൾ അത് ഒരേ വലുപ്പത്തിൽ വരുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ അത്ഭുതങ്ങൾ, ആശ്ചര്യങ്ങൾ. ഇതിനൊക്കെ പകരം അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ, അതുകൊണ്ടാണ് ഒരു വെള്ളിയാഴ്ച വിശ്വാസികളുടെ പ്രതിനിധികളെല്ലാം ഒരുമിച്ചുകൂടി, മുസ്ലിം സമുദായത്തിലുള്ള ആണുങ്ങളായ അംഗങ്ങളൊക്കെ ഒരുമിച്ചുകൂടി അവരുടെ പ്രതിനിധിയായി ഇമാം മിമ്പറിൽ നിന്ന് അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും, നിങ്ങൾ ആദ്യമായി ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അൽഹംദുലില്ലാഹ്, നിങ്ങൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നിറങ്ങിയാൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദ. അങ്ങനെ ഓരോ ഇടങ്ങളിലും ഹംദിന്റെ വചനങ്ങൾ നമുക്ക് അല്ലാഹു തആല നിർദ്ദേശമായി നൽകിയത്. ഇബാദത്താണ് ഹംദിന്റെ ആകത്തുക. സ്തുതി എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ രൂപമാണ് അല്ലേ. മാതൃകയാരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ട് അല്ലാഹു തആല ആ പേര് ഇൽഹാമായിട്ട് നൽകി? മുഹമ്മദുർ റസൂലാണ് ഏറ്റവും വലിയ സ്തുതിപാഠകൻ, മുഹമ്മദുർ റസൂലാണ് ഏറ്റവും വലിയ സ്തുതിപ്പെടുന്നവൻ, മുഹമ്മദുർ റസൂലിന്റെ ഉമ്മത്താണ് ഏറ്റവും വലിയ സ്തുതി കീർത്തനങ്ങൾ നടത്തുന്നവർ അല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാം സ്തുതി കൊണ്ടാണ് അവിടുത്തെ പേര് മുഹമ്മദ്. മുൻഗാമികളായ പ്രവാചകന്മാർ അവിടുത്തെ വിളിച്ച നാമം അഹ്മദ്, അതും സ്തുതി കീർത്തനം നടത്തപ്പെടുന്നയാളെന്നാണ്. അല്ലാഹു തആല
റസൂലുള്ളാഹിക്ക് നാളെ നൽകുന്ന പതാകയുടെ പേരെന്താണ്? ലിവാഉൽ ഹംദ്. അതും സ്തുതിയുടെ കൊടിയാണ്. നാളെ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകുന്ന പവിത്രമായ സ്ഥാനമേതാണ്? മഖാമും മഹ്മൂദ്. സ്തുതിയാണ്. റസൂലുള്ളാഹിന്റെ അത്ര സ്തുതിച്ച ആളാരാ? അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ അത്വാ റളിയല്ലാഹു അൻഹു വന്നു. ഒന്ന് പറയൂ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, ആയിഷ ബീവിയെ അഖ്ബിരീനി, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട അത്ഭുതങ്ങളിൽ ഒന്ന് പറഞ്ഞു തരുമോ? ഭാര്യക്കാണല്ലോ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ആൾക്കാർ പറയും ഇയാൾ എന്തോ ഒരു നല്ല സ്വഭാവമാണ്. അറിയണമെങ്കിൽ ആരോട് ചോദിച്ചു നോക്കണം? ഭാര്യയോട് ചോദിച്ചു നോക്കണം. അല്ലേ? അതുകൊണ്ടാണല്ലോ പണ്ട് ഇതേപോലെ സദസ്സില് ദ്വയറക്കാൻ പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കിട്ടി. എന്താ കാര്യം? ഉസ്താദ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം ഉസ്താദ് വാമൊക്കെ പറയുന്നതിന്റെ ഒടുവിൽ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത് സ്വർഗത്തിൽ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കൂടുവാൻ 250 റുപ്യ. പുസ്തക കാര്യമായിട്ട് ദ്വാരന്ന് പടച്ചോനെ 250 റുപ്യ കിട്ടിയതല്ലേ? അല്ലാഹുവേ രണ്ടുപേരെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ട് 500 രൂപയുടെ അടുത്ത സ്വതക്ക ഉസ്താദെ നേരത്തെ ചെയ്ത ആ ദ്വാ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോഴോ നേരത്തെ 250 കൊടുത്ത ആളുടെ ഭർത്താവായിരുന്നു എന്നാണ്. ഇവിടെ തന്നെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നറിയില്ല. മരിച്ചു എന്നാണെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ജീവിച്ചോട്ടെ എന്നാണ് അത്രയും മൂപ്പര് പറഞ്ഞത്. അല്ലാഹു എന്നോട് ഒന്നൊരാളിങ്ങനെ പറഞ്ഞു, മൂപ്പര് ഏതോ ഒരു മന്ത്രവാദിന്റെ അടുത്ത് പോയപ്പോ ഈ മന്ത്രവാദി പറഞ്ഞത്രേ, നിങ്ങളുടെ കഷ്ടപ്പാട് തുടങ്ങാണ്. അവരൊക്കെ അങ്ങനെയാണല്ലോ തുടങ്ങുക. ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് 3 ശത്രുക്കൾ ഉണ്ട്. ഒറ്റ ശത്രു ഉണ്ടാവില്ല, 3 ശത്രുക്കൾ അപ്പൊ തന്നെ മൂപ്പര് പ്രഖ്യാപിക്കും. വെറും തട്ടിപ്പായിരിക്കും അധികം ആളുകൾ. എല്ലാം നല്ല, എല്ലാവരും നല്ല. അങ്ങനെ പറയണവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ സന്ദർഭത്തിൽ എന്ന് പറയാനുള്ളത്. ഏതായാലും ഇയാളോട് പറഞ്ഞിട്ട് നിങ്ങളുടെ കഷ്ടപ്പാട് തുടങ്ങിയിരിക്കുകയാണ്. കഷ്ടപ്പാട് നിങ്ങളുടെ അങ്ങോട്ട് തുടച്ചു നീക്കുന്നു. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്താണ് എന്റെ കഷ്ടപ്പാട്? ആദ്യം നിങ്ങളുടെ വീടും പറമ്പും നഷ്ടപ്പെടും. അതിനൊക്കെ പരിഹാരം ഉണ്ടെന്ന് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങളുടെ വീടും പറമ്പും നഷ്ടപ്പെടും. രണ്ടാമത് നിങ്ങളുടെ ഭാര്യ പോകും. ഇത് നിങ്ങളുടെ സംഗതിയാണ്. രണ്ടാമത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഒഴിവാക്കി പോകും. വീടും പറമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യ നിങ്ങൾ ഒഴിവാക്കി പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അത് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു പരിഹാരം ചെയ്യാൻ തൽക്കാലം ഉദ്ദേശിച്ചില്ല. അപ്പൊ എന്നോട് ഈ പറഞ്ഞ ആള് പറയാണ്, ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ഭാര്യയോട് പറഞ്ഞോ? ഇല്ല, പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് പരിഹാരം ചെയ്യാൻ ബാക്കി മാത്രമേ മൂപ്പര് പറഞ്ഞു എന്നാണ് തമാശ. അന്ന് പോയി എന്നോടൊരാൾ പറഞ്ഞ സംഗതി. അപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ആയിഷ റളിയല്ലാഹു തആല ആയിഷയോട് ചോദിക്കുകയാണ്, ആയിഷ ബീവിയെ എന്താണ് റസൂലുള്ളാഹിന്റെ ഇബാദത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞു, അവിടുത്തെയുടെ ഏത് കാര്യമാണ് അത്ഭുതകരമല്ലാത്തത്? നബിയുടെ ഏത് കാര്യമാണ് അത്ഭുതകരമല്ലാത്തത്? എല്ലാം അത്ഭുതല്ലേ? എന്നിട്ട് പറയുകയാണ്, അല്ലയോ അത്വാ, അതിൽ നിന്ന് ഞാൻ കണ്ട വലിയ ഒരു അത്ഭുതമാണ്. ഒരിക്കൽ എന്റെ അടുക്കൽ ഒരു ഇശാ കഴിഞ്ഞിട്ട് റസൂലുള്ള വന്നോ, എന്റെ കട്ടിലിൽ അവിടെ ഇരുന്നോ, എന്റെ ശരീരവും എന്റെ തൊലിയും നബിയുടെ തൊലിയും തമ്മിൽ ചേർന്നു. അതൊക്കെ എന്തിനാ പറയുന്നറിയോ? റസൂലുള്ളാഹിന്റെ പെരുമാറ്റവും ആയിഷ ബീവിയുടെ ഈ വാക്കിലുള്ള വിശ്വാസ്യതയും ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ നമ്മളൊരാള് പറയാണ്, നമ്മളുടെ ഭർത്താവിനെ കുറിച്ച് എന്റെ സഹോദരിമാരിൽ ഒരാൾ പറയാണെന്ത്, എന്റെ ഭർത്താവിന്റെ കട്ടിലിരുന്നു, എന്നിട്ട് എന്റെ തൊലിയും ഭർത്താവിന്റെ തൊലിയും തമ്മിൽ ചേർന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ആയിഷ ബീവി പറയുമ്പോ അങ്ങനെയല്ല. ആയിഷ ബീവിയാണ് റസൂലുള്ളാഹിനെ പറ്റിയാ പറയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണെന്ന് പറയുന്നത്. നമ്മളിന്ന് അങ്ങനെ തുറക്കാൻ പറ്റൂല. നമ്മളുടെയൊക്കെ കോല അത്രയേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടുന്ന് പറയാൻ, നബിയുടെ തൊലിയും എന്റെ തൊലിയും തമ്മിൽ ഇങ്ങനെ ചേർന്നു. എന്നിട്ടോ എന്റെ ചെവിയിൽ അവിടുന്ന് ഇങ്ങനെ ചോദിച്ചു, യബ്നത അബീ ബക്കർ. സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ്.
ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. കുഞ്ഞാമുട്ടിയാക്കാന്റെ മോളേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ എന്റെ വാപ്പാനെ പറയുന്നതായിരിക്കും ചോദിക്കുക, അല്ലേ? വാപ്പാനും പാനും പറയാൻ പറ്റില്ല, വേറെ ആരെ പറഞ്ഞാലും പറയാൻ പറ്റില്ല. റസൂൽ അറബി ഭാഷയിൽ ഒരു സ്നേഹം, അറബികൾക്കൊക്കെ മക്കളുടെ പേര് കൂട്ടി വിളിക്കുന്ന വലിയ ഇഷ്ടമാണല്ലോ, അല്ലേ? അറബി ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, മോന്റെ പേര് കൂട്ടിയിട്ട് അബു എന്ന് കൂട്ടിയിട്ട് മോനെ അവിടെ വിളിക്കുന്നത് അബു എന്ന് ചേർത്തിട്ട് മോന്റെ പേര് ചേർത്ത് വിളിക്കുന്നത് അറബികൾക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ സ്നേഹം കൂടിയിട്ടാണ്. അബൂബക്കറിന്റെ മോളെ എന്ന് വിളിച്ചു. എന്റെ ചെവിയിൽ പറഞ്ഞു, എനിക്കൊരല്പം സമ്മതം തരുമോ നീ? ഞാൻ എന്റെ റബ്ബിന് കുറച്ചു സമയം ഇബാദത്ത് ചെയ്യട്ടെ. ഞാൻ സമ്മതം കൊടുത്തു. ആയിഷ ബീവിയാണല്ലോ, ഞാൻ സമ്മതം കൊടുത്തു. എന്നിട്ട് ഞാൻ റസൂലുള്ളാഹിനെ നോക്കി, അവിടുന്ന് വുളൂ ചെയ്തു. എന്നിട്ട് പള്ളിയിൽ പോയി. ഞാനിങ്ങനെ നോക്കുകയാണ്, എന്റെ കട്ടിലിൽ കിടന്ന് റസൂലുള്ളാഹിന്റെ ഇബാദത്ത് ഞാൻ കാണുകയാണ്. അവിടുന്ന് നിസ്കരിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ആ നിസ്കാരത്തിൽ അവിടുന്ന് കരയുകയാണ്. എങ്ങലടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ റുക്കൂ, ഒരുപാട് സമയം അതിലും കരച്ചിൽ, സുജൂദിൽ കരച്ചിൽ. അങ്ങനെ കരഞ്ഞ് മണിക്കൂറുകളോളം നിസ്കരിച്ച് സുബ്ഹി അടുക്കാൻ നേരത്തിന്റെ അടുക്കൽ വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് നബി ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? എന്തേ കാര്യം? നിങ്ങൾക്കൊക്കെ അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ? അല്ലേ? നിങ്ങൾക്ക് അല്ലാഹു എല്ലാം പുറത്തു തന്നിട്ടില്ലയോ? ലഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. എല്ലാം പൊറുക്കപ്പെട്ടയാളാണ്. പിന്നെ എന്തിനാ നബിയെ ഈ കഷ്ടപ്പാട്? അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ പറഞ്ഞത്? ആയിഷ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. എന്നെ അല്ലാഹു നബിയാക്കിയതിന്, എന്നെ അല്ലാഹു റസൂലാക്കിയതിന്, എന്നെ ലോകത്തേക്ക് നയിച്ചതിന് ഞാൻ എന്റെ റബ്ബിന് നന്ദി ചെയ്യണ്ടേ ആയിഷ? നമ്മളുടെയൊക്കെ കോലൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്മാരെ പറ്റി പറയാറുണ്ട്, അല്ലേ? ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അതിലൂടെ അങ്ങോട്ട് പോകും. ഒരു ഗ്യാപ്പ് എവിടെയെങ്കിലും കിട്ടിയാൽ അതിലൂടെ പോകും, അല്ലേ? ഇങ്ങനെ ഒരു ദിവസം ഞാന് ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, ഒരു സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരു പഠന ക്ലാസ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. ഉസ്താദേ, സക്കാത്ത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം സംശയ നിവാരണം ഉണ്ടാവുന്നു. സ്വാഭാവികമാണല്ലോ, ഈ വാഴ്ന്നു കഴിഞ്ഞാൽ സംശയമൊന്നും ആർക്കും ഉണ്ടാവില്ല, പറഞ്ഞാൽ കേൾക്കുക പോവാന്നല്ലാതെ. സക്കാത്ത് അങ്ങനല്ല, ഒരു മസാലകളൊക്കെ ധാരാളമുള്ള ഒരു വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ സംശയ നിവാരണം. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, സംശയ നിവാരണത്തിൽ നോക്കിക്കോളുണ്ടോ ഉസ്താദേ, അതില് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള വിഷയത്തെ കുറിച്ചായിരിക്കും ആളുകളുടെ കൂടുതൽ സംശയം. വളരെ കറക്റ്റാണ് താനും. എങ്ങനെ സക്കാത്ത്, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സക്കാത്ത് കൊടുക്കണത്, അല്ലേ? അല്ലാതെ ഒരു ഇബാദത്താണ്, പടച്ചോനെ അതിന്റെ അവസരം കിട്ടുമല്ലോ, അൽഹംദുലില്ലാഹ്. അതല്ല, എങ്ങനെ കൊടുക്കാതിരിക്കാം, അല്ലേ? ഇത്രയുള്ള ഇബാദത്ത് നമ്മുടെയൊക്കെ, അല്ലേ? ഇപ്പൊ ആളുകൾ എന്ന് പറഞ്ഞ, ഞാൻ ഈ ഉംറക്ക് പോണ എല്ലാവരും ചീത്ത പറയലുണ്ട്. പ്രത്യേകിച്ച് ഇപ്പത്തെ ഉംറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു താല്പര്യത്തിന്റെയും പ്രത്യേകിച്ച് ഒരു സന്തോഷത്തിന്റെയും മാർഗത്തിൽ പോവാണ്. ഈ ഉംറക്ക് സജീവായിരുന്ന കാലത്ത് ഈ ആലുവയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഞാൻ പലപ്പോഴും അവിടെയും പറയുന്ന ഒരു കാര്യമാണ്. അവിടേക്ക് ഈ ഭൂമി ബിസിനസ് ഭയങ്കരമായിട്ട് പെരുത്തു. ഭൂമി കച്ചവടം ഇവിടെ അതൊക്കെ വളരെ കുറവായിരിക്കും. ഭൂമി കച്ചവടം ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സ്മാർട്ട് സിറ്റി അതുപോലുള്ള സംരംഭങ്ങളൊക്കെ അതിന്റെ ഭാഗത്ത് വന്നപ്പോൾ ഭൂമിക്കൊക്കെ ലക്ഷങ്ങളും കോടികളും വിലയൊക്കെ ഭൂമി നന്നായി വിറ്റു. ഭൂമി വിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലേ, സത്യമല്ലാത്തത് മാത്രമേ പറയാവൂന്നുള്ളതാണ്. നാളെ ഞാനൊരു തമാശ കേട്ടു. ദയാ കാരുണ്യം മോനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ബ്രോക്കറാവാൻ വേണ്ടിയിട്ട്. ദയാ കാരുണ്യം സത്യം പറയുക തുടങ്ങിയ നന്മകൾ നിന്നിലുണ്ടോ? വാപ്പ ചോദിക്കുകയാണ്. മോൻ പറഞ്ഞു, ഈ ഇതൊക്കെ ധാരാളമുണ്ട്. മോനോട് പറഞ്ഞു, വാപ്പ എന്നാ അത് മൂന്നും ഈ നിമിഷം മുതൽ നീ ഒഴിവാക്കണം, എന്നാലേ നിനക്ക് കച്ചവടത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്നിട്ടോ എല്ലാം കഴിഞ്ഞ് 5-6 ലക്ഷം രൂപ ചുരുങ്ങിയത് ലാഭം കിട്ടിയാൽ അതിൽ നിന്നൊരു 50,000 രൂപ കൊടുത്തിട്ട് നേരെ മക്കത്ത് പോയിട്ട് പടച്ചോനെ കുറെ നുണയൊക്കെ പറഞ്ഞിട്ടാണ് ബിസിനസ് നടത്തിയിട്ടുള്ളത്, നീ പുറത്തേറണേ അല്ലാ. ഞാനെന്നാള് ഒരു ദിവസം എന്റെ ഒരു കുടുംബത്തിൽ നല്ലൊരു കല്യാണം നടന്നു.
കല്യാണത്തിന് വലിയ ഈ കല്യാണം രണ്ട് രീതിയിലുണ്ടല്ലോ. ചിലപ്പോൾ വലിയ ഹൈ പാർട്ടികളുടെ കല്യാണം ഒരു വലിയ ബിസിനസ്സാണെന്നാണ് ഞാൻ കേട്ടത്. നാളെ സുപ്രഭാതത്തിലെങ്ങാണ്ട് അതിന്റെ സുപ്രഭാതത്തിൽ ഏതോ ഒരു പത്രത്തിൽ അതിന്റെ ഒരു ആളുമായിട്ടുള്ള നല്ലൊരു അഭിമുഖം ഉണ്ടായി. അപ്പോ 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ആയിരിക്കും ഈ വ്യക്തിക്ക് കല്യാണം നടത്തുന്ന ആൾക്ക് അതിന്റെ പൈസയായിട്ട് കിട്ടുക. അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ കല്യാണം നടത്തുന്ന ഒരു ഫുലാനെ ഞാൻ ബസ്സിൽ നിന്ന് കുറച്ച് മുമ്പാണ് അങ്ങനെ ബസ്സിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ സ്വാഭാവികമായിട്ടൊരു മുസ്ലിയാനായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു അയാളോട്, നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു ഇബാദത്ത് തന്നെയാണല്ലോ. അയാൾ തലയിലൊക്കെ ഒരു തലപ്പാവൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരാളാണ്. നിങ്ങൾ ചെയ്യണ നല്ലൊരു കാര്യമാണല്ലോ. കാരണം ഒരു കുടുംബത്തെ ഉണ്ടാക്കുക, പരസ്പരം അറിയാത്ത പോലെ കൂട്ടിയോജിപ്പിക്കുക, നിങ്ങൾക്ക് എത്ര കൂലിയാ കിട്ടുക? ഇയാളിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നാരം മോനെ, എന്ത് കൂലിന്നായി പറയണത്? നോണ എന്നുള്ളതല്ലാത്ത വല്ലതും ഇതിലുണ്ടോ? എല്ലാം അങ്ങനെയാണെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണെന്നല്ല. പക്ഷെ എന്നോട് ഇയാൾ പറഞ്ഞൊരു കാര്യമാണ്, സത്യസന്ധമായിട്ട് പറയാം. എന്നോട് ഇയാൾ പറഞ്ഞത് നോണാന്നല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? യാ അല്ലാഹ്, അത്രേ അവസ്ഥയുള്ളൂ. എല്ലാം അങ്ങനെയാണെന്നല്ല, അതിനാരും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ചില ഖൈറായ കാര്യങ്ങൾ അല്ലാഹു തആല ഓരോരുത്തരും കൂടെ ഏൽപ്പിക്കല്ലേ. നീ ഇന്ന പണിയെടുത്തോ, നീ ഇന്ന വർക്ക് ചെയ്തോ, നീ ഇന്ന പ്രവർത്തനം ചെയ്തോ, അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തതാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആയിഷ, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. അല്ലാഹു തആല ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഒരടിമയാകുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നില്ലയോ ആയിഷ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ നമുക്ക് അല്ലാഹു ദുനിയാവിൽ നൽകിയ നിഅമത്തുകളെ കുറിച്ച്, ശാരീരികമായി നൽകിയ നിഅമത്തുകളെ കുറിച്ച്, ഭക്ഷണത്തെ കുറിച്ച്, ഇങ്ങനെ അവന്റെ നിഅമത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും 1000 വട്ടം അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടവരാണ്. അതിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു നിഅമത്തുണ്ട്. അതെന്നറിയോ? അല്ലാഹു നമ്മളെയൊക്കെ മുസ്ലിമീങ്ങളാക്കിയില്ലേ, മുഅ്മിനീങ്ങളാക്കിയില്ലേ? അല്ലേ? അല്ലാഹു നമ്മളെയൊക്കെ മുഅ്മിനാക്കിയില്ലേ? അതില്ലെങ്കിൽ എന്താ? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. എന്തൊരായത്താണെന്നറിയോ അത്? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. അല്ല നിങ്ങൾക്കൊക്കെ ഈമാൻ പ്രിയങ്കരാക്കിയില്ലേ? ഈമാനല്ലേ നിങ്ങളുടെ ഇഷ്ടം? അല്ലേ? എന്താ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അല്ലാഹ് ഈമാനോടുകൂടെ മരിക്കണം, അല്ലേ? എന്താ പഠിച്ചോനെ, ഈമാനോടുകൂടെ മരിപ്പിക്കണം, ഈമാനോടുകൂടെ ജീവിക്കണം. അല്ല നമ്മളുടെ ഈമാൻ നിലനിർത്തി തരട്ടെ. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. ഈമാനെ അല്ലാഹു നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി തന്നില്ലേ? അല്ലേ? ചിന്തിച്ചു നോക്കൂ. അതിന് പകരം നൽകണമെന്ന് മാത്രമാണ്. ആ ഈമാൻ സഹാബികളൊക്കെ പകരം നൽകി. എന്താ നൽകിയത്? സോനെ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകി. അപ്പൊ അല്ലാഹ് ആവശ്യപ്പെട്ടാണ്, നിനക്ക് ഞാൻ ഈമാൻ നൽകിയതിന് പകരം എനിക്ക് വേണ്ടത് നിന്റെ ജീവൻ. ഒരു മടിയില്ല. ജീവൻ എങ്കിൽ ജീവൻ. ബദർ യുദ്ധത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് 313 ആളുകൾ. അവരുടെ കൂട്ടത്തിൽ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. പേര് ഉമൈർ ഇബ്നു അബീ വഖാസ് എന്നാണ് റളിയല്ലാഹു അൻഹു. അല്ലേ? നാളെയുടെ മജ്ലിസുൻ നൂറാണ്. ഇവിടെ SYSന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രത്യേകമായ ആഹ്വാന പ്രകാരം കേരളത്തിന്റെ ഓരോ മഹല്ലുകളും മജ്ലിസുൻ നൂർ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയപ്പോ എത്രയോ സമാധാനമില്ലാത്ത ഹൃദയങ്ങൾക്കത് സമാധാനമായി, എത്രയോ രോഗങ്ങൾ ശിഫയായി, എത്രയോ അത്ഭുതങ്ങൾ ഉണ്ടായി, അഭിവൃദ്ധി ഉണ്ടായി. അതിനോടപ്പുറം എത്രയോ ആളുകളുടെ ഈമാനിനെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു. ബദരീങ്ങളുടെ ശക്തിയാണ്. ഏതായാലും ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ പോകുന്നത് ഇങ്ങനെയാണ്, കാലിന്റെ വിരലുകൾ ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ ചില ആളുകൾ വിളിച്ചു ചോദിച്ചു, മോനെ നീ എന്താ ഇങ്ങനെ പോകുന്നു? പറഞ്ഞു, നബിയേ, ഞാൻ ചെറിയ കുട്ടിയാണല്ലോ,
ചെറിയ കുട്ടിയായ എന്നെ റസൂലുള്ള കണ്ടാൽ എന്നെ ഒരിക്കലും യുദ്ധത്തിന് പോരാൻ സമ്മതിക്കില്ല നബിയേ. നീ ചെറിയ കുട്ടിയാ, ശരിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴുണ്ട് റസൂല് വിളിക്കുന്നു, നീ എന്താ യുദ്ധത്തിന് എങ്ങോട്ടാ, നീ പോ, യുദ്ധം ചെറിയ കുട്ടികൾക്കുള്ളതല്ല, അതുകൊണ്ട് നീ തിരിച്ചു പോ. നോക്കണം, അദ്ദേഹം പറഞ്ഞു കരഞ്ഞുകൊണ്ട്, നബിയേ ഇന്നി ഉരീദു അൻ അനാല ശഹാദത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് രക്തസാക്ഷിത്വം വേണം, ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ് നബിയേ. കരഞ്ഞപ്പോ റസൂലുള്ള സമ്മതിച്ചു, ആയിക്കോട്ടെ ഓർമ്മേ, നീ പോന്നോളൂ. ബദറിൽ ഷഹീദായി എത്ര ആളുകൾ? 14 ആളുകൾ. ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ചേ ബഹുമാന ശുഹദാഉൽ ബദരികളെ ഉദികത്തും ഉയർമാനോടുള്ളേ ഉദിത പോർപുലികളാം ശുഹദാക്കളെ. 14 ആളുകൾ ബദറിൽ ഷഹീദായി. ഈ 14 ആളുകളിൽ ഒന്നാമത്തെ ആളാണ് ഈ 17 വയസ്സായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അല്ലേ, എല്ലാം കൊടുത്തു. എന്തിനു പകരം? ഈമാനിന് പകരം. നമ്മൾ എന്ത് കൊടുത്തു? നമ്മളെന്ത് കൊടുത്തു? എനിക്ക് പറയുവാനുള്ള കാര്യം, നമ്മൾ കൊടുക്കണം മുഅ്മിനീങ്ങളെ, നമ്മുടെ സമയം കൊടുക്കണം, നമ്മുടെ പെരുമാറ്റം കൊടുക്കണം, നമ്മുടെ സ്വഭാവം കൊടുക്കണം, നമ്മുടെ ക്ഷമ കൊടുക്കണം, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ കൊടുക്കണം. എന്തിനു പകരം കൊടുക്കണം? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ. ഈമാനിന് പകരം ഒക്കെ കൊടുക്കണം. നമ്മുടെ സമയം, പള്ളിയിൽ നിന്ന് നിസ്കാരത്തിനുള്ള ബാങ്ക് വിളി കേട്ടാൽ അമാന്തിക്കല്ലേ, സ്തുതിയുടെ ഭാഗമാണ്, ഹംദിന്റെ ഭാഗമാണ്. അല്ലേ? പകരം കൊടുക്കണം ക്ഷമ. അല്ലേ? എന്ത് ഹറാമ് നമ്മെ പ്രേരിപ്പിച്ചുവെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ, ടിവിയിൽ, ചാനലുകളിൽ നമ്മെ ഇങ്ങനെ റിയാലിറ്റി ഷോകൾ മാടി വിളിക്കുമ്പോൾ, ഹറാമായ കാഴ്ചകൾ, ഡാൻസുകൾ നമ്മെ മാടി വിളിക്കുമ്പോൾ, ഇല്ല എനിക്ക് കാണണ്ട, എന്തേ, ഞാൻ ഈമാനുള്ള ആളാണ്. നമ്മളൊക്കെ ആഖിറത്തിൽ ചെന്നാൽ എന്താ മുഅ്മിനെ കൊടുക്കുക? എന്ത് കൊടുക്കും? ഒന്നും കൊടുക്കാനില്ല. ഈ ചെയ്തു കൂട്ടിയ അമലുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ ഇൻഷാ അല്ലാഹ് അതുണ്ടാകും. ഇത് ഹൃദയത്തിന്റെ അലങ്കാരായിട്ട് ഈമാൻ ഉണ്ടെങ്കിൽ, അല്ലേ? വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു തആല നിങ്ങളുടെ ഹൃദയത്തിന് അത് അലങ്കാരമാക്കിയില്ലേ? നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിരുന്നു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അവന്റെ മകനായിരുന്നു ഇക്രിമത്തു ബിനു അബീ ജഹൽ. ഇക്രിമത്തു ബിനു അബീ ജഹൽ എന്ന് പറയുന്നു. ഹിജ്റയുടെ 8-ാം വർഷം റസൂലുള്ള മക്ക ഫതഹ് നടത്തി, മക്ക കീഴടക്കി. മക്ക കീഴടക്കിയപ്പോ റസൂല് പ്രഖ്യാപിച്ചു 20 ആളുകളുടെ പേര് നൽകിയിട്ട് ഈ 20 ആളുകളെയും കൊന്നുകളയണമല്ലോ. അതിൽ ഒരാളായിരുന്നു നബി. ഇങ്ങനെ മക്കയിലിരിക്കുകയാണ്. കാരണം അത്രയും വലിയ ഉപദ്രവങ്ങൾ നടത്തിയിട്ടുണ്ട്, അത്രയും വലിയ ബുദ്ധിമുട്ട്. നബി മക്കയിലുണ്ട്. ഓരോരുത്തർ വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് മുസ്ലിമാകുന്നുണ്ട്. ഒരിക്കൽ ഒരു പറ്റം പെണ്ണുങ്ങൾ വന്ന് മുസ്ലിമാകാൻ മറയുടെ പിന്നിൽ നിന്ന് അവർ നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നയാളാണ്. ഒന്നാമത്തെ ആള് പറഞ്ഞു, നബിയേ അന ഹിന്ദു ബിന്ദു ഉത്ബ, ഞാൻ ഉത്ബയുടെ മകളായ ഹിന്ദാണ് നബിയേ. ആരാണ് ഹിന്ദ്? സൗജത്തു അബീ സുഫിയാൻ, ഞാൻ അബൂ സുഫിയാന്റെ മകളായ ഭാര്യയായ ഹിന്ദാണ് നബിയെ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കഷ്ണം കഷ്ണമായി വെട്ടിനുറുക്കിയ ഹിന്ദ് എന്ന പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് മുസ്ലിമാവുകയാണ്.
രണ്ടാമത്തെ പെണ്ണ് പറഞ്ഞു, നബിയെ ഞാൻ ഉമ്മു ഹക്കീമാണ്. ഉമ്മു ഹക്കീമാരാണ്, ഞാൻ ഇക്രിമയുടെ ഭാര്യയാണ്. എവിടെയാണ് ഇക്രിമ? നിന്റെ ഭർത്താവ് എവിടെയാണ്? അദ്ദേഹം ഓടിപ്പോയി. നബിയെ, താങ്കളുടെ ഏറ്റവും വലിയ താങ്കൾ വധഭീഷണി മുടക്കിയത് കാരണം ഓടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ഭർത്താവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരട്ടെയോ? അങ്ങ് ആ വധഭീഷണി പിൻവലിക്കുമോ? ആയിക്കോട്ടെ, വന്നുകൊള്ളട്ടെ. താങ്കളുടെ ഭർത്താവിനെ ഞാനിതാ എല്ലാ അഭയവും ഞാനിതാ ഉറപ്പു തരുന്നു. ഭാര്യയായ ഉമ്മു ഹക്കീം ഭർത്താവിനെ അന്വേഷിച്ച് യാത്ര തുടങ്ങി. എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് യമനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കപ്പലും കാത്ത് കടൽ തീരത്തിരിക്കുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ യാത്ര ചെയ്തിട്ടാണ് അവസാനം ഈ കടൽ തീരത്തെത്തുന്നത്. ഭർത്താവ് ബഹുമാനപ്പെട്ട ഉമ്മു ഹക്കീമിനെ കണ്ടപ്പോ ചോദിക്കുന്നു, എന്തേ വന്നത്? അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷമായി. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. എങ്ങോട്ടെ? മുഹമ്മദുർ റസൂലിന്റെ അടുക്കലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഹമ്മദിനെ പേടിച്ചാണ് അങ്ങോട്ട് വന്നത്, ഇനി അങ്ങോട്ട് വരെ ഞാനില്ല. ഇല്ല, പ്രശ്നമല്ല. മുഹമ്മദ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. താങ്കൾ നിർഭയനാണ്. താങ്കൾക്കിതാ മുഹമ്മദ് നബി അഭയം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ പോരാം. അങ്ങനെ പോരാൻ തുടങ്ങി. ഇക്രിമയുടെ കൂടെ പോകുമ്പോ രാത്രിയായപ്പോ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിച്ചപ്പോ ഇല്ല, മുഹമ്മദ് നബിയുടെ അടുക്കൽ പോയിട്ട് അവിടുത്തെ തീരുമാനമല്ലാതെ ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ചിന്തിക്കണം, ഈ വിവരം റസൂലുള്ളാഹി അറിഞ്ഞു. ഇക്രിമ വരുന്നുണ്ട്. സ്വഹാബികളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവരോടൊരു പ്രസംഗം നടത്തി. സ്വഹാബികളെ, ഇക്രിമ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ജാഅകും ഇക്രിമ, ഇക്രിമ നിങ്ങളുടെ അടുക്കലേക്ക് ഇതാ വരാൻ പോവുകയാണ്. ഇക്രിമ നിങ്ങളിലേക്ക് വന്നാൽ വലാ തസുബ്ബു അബാ, ഇക്രിമയുടെ പിതാവിനെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചീത്ത പറയല്ലേ. എന്തൊരു സഹിഷ്ണുത ഇസ്ലാം അല്ലേ? മോൻ വന്നാ പിന്നെ വാപ്പാടെ ശത്രുതയ്ക്കാണ് മറന്നോ? നിങ്ങളതിനൊന്നും പറയാൻ നിൽക്കല്ലേ. വന്നു. സാധാരണ മേൽമുണ്ടില്ലാതെ റസൂലുള്ള പുറത്തിറങ്ങാറില്ല. ഇക്രിമയെ ദൂരെ കണ്ടപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ച് ഇക്രിമയെ സ്വീകരിച്ചു കൊണ്ടുവന്നു. സംസാരിച്ചു. എന്താ ഇക്രിമ വിശേഷം? ചോദിച്ചു. എന്തിലേക്കാണ് മുഹമ്മദ് താങ്കൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്? അല്ലാഹുവിലേക്കാണ്. അവസാനം പറഞ്ഞു ഇക്രിമ മുസ്ലിമായി. ഫഅഹ്സന ഇസ്ലാമഹു, നല്ല മുസ്ലിം, ഖുർആൻ ഓതുന്ന മുസ്ലിം, രാത്രി നിസ്കരിക്കുന്ന മുസ്ലിം, നല്ല തഖ്വയുള്ള മുസ്ലിം, നന്ദിയുള്ള മുസ്ലിം. അത് പറയാനാ ഞാൻ പറഞ്ഞത്. അവസാനം യർമൂക്ക് യുദ്ധത്തിൽ ഹാരിസത്ത് ഇബ്നു അബീ റബീഅ വെട്ടേറ്റ് കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുകയാണ്. വിളിച്ചു പറയുന്നുണ്ട്, അൽമാ അൽമാ, കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം. വെള്ളവുമായി ദൂതൻ ചെന്നപ്പോ തൊട്ടടുക്കലതാ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. ഇക്രിമ, അൽമാ, വെള്ളം എനിക്ക് വേണ്ട, ഇക്രിമക്ക് കൊടുക്കുക. ഇക്രിമ ഇങ്ങനെ വെള്ളത്തിൽ കുടിക്കാൻ വേണ്ടി ചുണ്ടുകളോട് ചേർത്തപ്പോഴുണ്ട്. തൊട്ടപ്പുറത്ത് അയ്യാശ് ഇബ്നു അബീ റബീഅ, എനിക്ക് വേണ്ട, അയ്യാശിന് കൊടുക്കുക. അയ്യാശിന്റെ അടുക്കലെത്തിയപ്പോഴേക്ക് അയ്യാശ് മരിച്ചു. ഇക്രിമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഇക്രിമയും മരിച്ചു. ഇങ്ങോട്ട് ഹാരിസത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഹാരിസും മരിച്ചു. ഇതാണ് എന്റെ കാര്യം. ആ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു അലങ്കാരമാക്കി തന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതം മുഴുവൻ അൽഹംദുലില്ലാഹ്. ഈ ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ സയ്യിദുനാ ആദം അലൈഹിസ്സലാം ആദ്യമായി പറഞ്ഞ വാക്ക് ഏതാണ്? അൽഹംദുലില്ലാഹ്. ആദം നബി ആദ്യം പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്. മൂക്കിലൂടെ അദ്ദേഹത്തിന്റെ ജീവൻ അതിന്റെ ഭാഗം പുറത്തു വന്നപ്പോൾ അദ്ദേഹം തുമ്മി. ഫഖാല അൽഹംദുലില്ലാഹ്. തഫ്സീറുകളിൽ കാണാം.
ഇനി നമ്മളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഹംദുണ്ട്. അതെവിടെ വെച്ചിട്ടാ? സ്വർഗത്തിൽ വെച്ചിട്ടാണ്. സ്വർഗത്തിൽ നിന്ന് പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയൂ. സ്വർഗത്തിൽ എന്തൊരു സന്തോഷമാണ് അല്ലേ? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ വഖാലത് ലഹു ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. കൂട്ടം കൂട്ടമായി അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾ മാതാവിന്റെ കൈപിടിച്ച് പിതാവിന്റെ കൈപിടിച്ച് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. സാധാരണ ചെല്ലുന്നയാൾ അങ്ങോട്ടാണ് സലാം പറയേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ലല്ലോ. മലക്കുകൾ വരുന്നവരോട് ഇങ്ങോട്ട് സലാം പറയുകയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ പറയുകയാണ്. തിബ്തും, നിങ്ങൾ നല്ലത് ചെയ്തവരാണ് അല്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ വെച്ച് പറയുകയാണ്, തിബ്തും, നിങ്ങൾ നല്ലത് ചെയ്തവരാണ്. ഫദ്ഖുലൂഹാ ഖാലിദീൻ. അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറിക്കോളൂ. അപ്പൊ കയറിയാൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കയറിയാൽ വഖാലുൽ ഹംദുലില്ലാഹ്, ആ സ്വർഗത്തിൽ കയറിയവർ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ സദഖനാ വഅദഹു, ഞങ്ങളോട് സ്വർഗം തരാമെന്ന് പറഞ്ഞിരുന്നുവല്ലോ ആ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും അല്ലേ? വഅൗറഫ്നൽ അർള് നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, ഈ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് താമസിക്കാമല്ലോ. വനിഅമ അജ്റുൽ ആമിലീൻ വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ്, അർശിന്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് കാണാൻ കഴിയും. വഖീലൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എവിടെയും മുഴങ്ങി കേൾക്കുന്നത് പറഞ്ഞോളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം. സ്വർഗത്തിൽ ജനങ്ങളുടെ പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ, അവരുടെ അഭിവാദ്യം അസ്സലാമു അലൈക്കും. വആഖിറു ദഅവാഹും, എന്താണ് അവരുടെ എല്ലാ പ്രാർത്ഥനയുടെയും അവസാനം, അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹു തആല നമ്മൾ ഈ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയൂ. കേട്ടത് സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഖൽബിൽ നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. എല്ലാവരും കയ്യൊക്കെ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയും. മുഅ്മിനീങ്ങളെ, ഈ ആമീൻ മാത്രമാണ് നമുക്ക് രക്ഷ അല്ലേ? അള്ളാനോട് ചോദിക്കുമ്പോ കയ്യൊക്കെ ശരിക്കും പിടിച്ചിട്ട്, റഹ്മാനെ ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ, 2 മണിക്കൂറോളം ഞങ്ങൾ നിനക്കുള്ള സ്തുതിയെക്കുറിച്ച്, അതിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു. റഹ്മാനെ, നീ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, നീ ഈമാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്, ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസിൽ വെച്ച് നിന്റെ മസ്ജിദിന്റെ മുകളിൽ ഷീറ്റ് മേയുന്നതിന് വേണ്ടി ആരൊക്കെയാണോ സ്വതക്ക ചെയ്യുന്നത്, റബ്ബേ, ആ സ്വതക്ക നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വീടുകൾ വളരെ മനോഹരമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ചു, ഇപ്പോഴും അത് പെയിന്റ് ചെയ്യുന്നു, അത് മോഡിഫിക്കേഷൻ നടത്തുന്നു, പുതിയ വീട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മസ്ജിദിന്റെ മുകളിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് നിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ
നിന്റെ വീടിന് കാവല് നൽകാൻ, അല്ലെ, അതിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ മജ്‌ലിസിൽ വെച്ച് സ്വതക്ക പറയുന്നവരാരോ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ